क्रिकेट में उसको मैच फिक्सिंग कहा जाता है। हमारे सामने लोकसभा का चुनाव है। अंपायर किसने चुने? नरेंद्र मोदी ने। हमारी टीम में से मैच शुरू होने से पहले 2 खिलाड़ियों को अरेस्ट करके अंदर कर दिया। പ്രതിപക്ഷ വേട്ടയ്ക്കെതിരെയുള്ള താക്കീതുമായി ഡൽഹിയിൽ 28 ഇന്ത്യ സഖ്യ പാർട്ടികളുടെ റാലി. ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന്റെയും ഹേമന്ത് സോറന്റെയും ഭാര്യമാർ വേദിയിൽ അണിനിരന്നു. സുനിത കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാളിന്റെ സന്ദേശം പങ്കുവച്ചു. ഇത് വോട്ടിന് വേണ്ടിയുള്ള റാലിയല്ല, ജനാധിപത്യം വീണ്ടെടുക്കാനുള്ള പ്രക്ഷോഭമാണെന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പ്രഖ്യാപിച്ചു. സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ശരത് പവാർ, ഉദ്ധവ് താക്കറെ, വൃന്ദ കാരാട്ട്, അഖിലേഷ് യാദവ്, തേജസ്വി യാദവ്, ഡി രാജ തുടങ്ങിയവരടക്കം ഇന്ത്യ പാർട്ടികളുടെ നേതൃനിരയാകെ റാലിയിൽ അണിനിരന്നു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ഇത് ഇന്ത്യയുടെ തിരിച്ചുവരവോ? കെജ്രിവാളിന്റെ അറസ്റ്റ് പ്രതിപക്ഷത്തെ ഒരുമിപ്പിച്ചോ? ജനാധിപത്യ സംരക്ഷണ പോരാട്ടമായി മാറുമോ ഇത്? നിയമ പോരാട്ടം വിജയം കാണുമോ? ഈ ചർച്ചയിൽ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ CPIM, ശ്രീ ജോർജ് കുര്യൻ BJP, ശ്രീ റിജിൽ മാക്കുറ്റി കോൺഗ്രസ് എന്നിവർ. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ ജോർജ് കുര്യൻ. ഇന്ത്യയിലെ 28 പ്രതിപക്ഷ പാർട്ടികൾ ഒരു സമ്മേളനം നടത്തി. അവരുടെ ആദ്യത്തെ ആവശ്യമായി ഉന്നയിക്കുന്നത് ഈ രാജ്യത്ത് സ്വതന്ത്രവും നീതിപൂർവകവുമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണം എന്നുള്ളതാണ്. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ്, ജനാധിപത്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിലെ പാർട്ടികൾ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഡിമാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ എത്ര ഗതികെട്ട അവസ്ഥയിലാണ് നമ്മൾ എന്നുള്ളതിന്റെ സൂചനയാണല്ലോ. അവർ തോക്കും എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. തോൽവിക്കുള്ള ഒരു കാരണമായിട്ട് അവർ ആദ്യം തന്നെ പറയുകയാണ്, പ്രചരണം തുടങ്ങുന്നതിന് മുമ്പ്, ഇവിടെ നിഷ്പക്ഷവും നീതിയുക്തവുമായിട്ടുള്ള ഇലക്ഷൻ വേണം എന്നവർ പറയും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എവിടെയാണ് ഇലക്ഷൻ പ്രക്രിയയിൽ എന്തെങ്കിലും ഒരു കുഴപ്പം കണ്ടോ? ഇലക്ഷൻ പ്രഖ്യാപിച്ച അവസരത്തിൽ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിയമം നടപ്പിലാക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോമിനേഷൻ ഫയൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിൻ്റെ സ്ക്രൂട്ടിനിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എവിടെയാണ് ഇലക്ഷൻ്റെ നീതിയുക്തമല്ലാത്ത ഇലക്ഷൻ? ഇവിടെ ഇലക്ഷൻ കമ്മീഷനല്ലേ നടത്തുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത്? ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ഈ ഇലക്ഷനിൽ എല്ലാവർക്കും ഒരേ അവസരമുണ്ടോ, ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ BJPക്ക് ഇഷ്ടം പോലെ പൈസയുണ്ട്. കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾക്ക് വിമാന ടിക്കറ്റ് പോലും എടുക്കാൻ കഴിയുന്നില്ല. CPIയുടെയും CPMന്റെയും അക്കൗണ്ടുകൾക്ക് മുകളിൽ ഈ അവസ്ഥയുണ്ട്. പ്രതിപക്ഷത്തെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ, 2 മുഖ്യമന്ത്രിമാരായിരുന്നവർ, ഒരു മുഖ്യമന്ത്രി ജയിലിലാണ്. അവരുടെ പ്രതിപക്ഷത്തെ നേതാക്കളുടെ വീടിന് മുൻപിൽ EDയുടെ സംഘം എത്തുകയാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ CBIയുടെയോ EDയുടെയോ ഒക്കെ വാതിലിലെ മുട്ടുകെട്ടിട്ടാണ് നേതാക്കൾ. അപ്പൊ ഇതെങ്ങനെയാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ആവുക? ഇലക്ഷൻ പ്രക്രിയ ഫ്രീ ആൻഡ് ഫെയർ ആയാൽ മതി, പോരല്ലോ? അല്ലല്ല, ആദ്യം പറഞ്ഞ അങ്ങനെയല്ല. ഈ ഇലക്ഷൻ പ്രക്രിയ ഫ്രീ ആൻഡ് ഫെയർ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അല്ല, ഇലക്ഷൻ ഫ്രീ ആൻഡ് ഫെയർ ആവണ്ടേ? ഈ റിട്ടേൺ ഫയൽ ചെയ്യണേ. അല്ല, ഈ ഇൻകം ടാക്സിന്റെ കാര്യത്തിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. അഭിലാഷ് റിട്ടേൺ ഫയൽ ചെയ്യാറില്ലേ? ഫയൽ ചെയ്തില്ലാൽ നോട്ടീസ് വരില്ലേ? മിക്കവാറും എല്ലാ പത്രപ്രവർത്തകരും ആങ്കർമാരും ഞാൻ മനസ്സിലാക്കുന്നത് റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന അവസരത്തിൽ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ നിങ്ങൾ ചോദിക്കും. എപ്പോഴാണ് ചോദിക്കുന്നത്? റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം. ഇത് റിട്ടേൺ ഫയൽ ചെയ്തില്ല എങ്കിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിനും എങ്ങനെയാണോ വ്യക്തികൾക്ക് വരുന്നത് അതുപോലെ വരും. അതായത് സെക്ഷൻ 13A അനുസരിച്ച് നിങ്ങൾക്ക് എക്സംഷൻ കിട്ടണമെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ടാക്സ് കൊടുക്കുകയേ വേണ്ട. നിങ്ങളുടെ റെൻ്റ് ഉണ്ടെങ്കിൽ, ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, പൊളിറ്റിക്കൽ ഡൊണേഷൻ്റെ ആയാലും എങ്ങനെയായാലും നിങ്ങൾക്ക് കൊടുക്കണ്ട. എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടത് റിട്ടേൺ ഫയൽ ചെയ്യണം. റിട്ടേൺ ഫയൽ ചെയ്യാതെ നിങ്ങൾ ഞങ്ങൾക്കിതാ വന്നിരിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥിരിക്കുന്നത്? ഒരു കടലാസ് കൊടുക്കാഞ്ഞിട്ടാണ്. ഈ കേൾക്കുന്ന റിട്ടേൺ ഫയൽ ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാകും എന്താണ് പറയുന്നതെന്ന്. മാത്രമല്ല, ഇപ്പോൾ വ്യക്തികളല്ല, കമ്പ്യൂട്ടറൈസ്ഡാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോട്ടീസ് വരും. അത് CPI അംഗീകരിച്ചെന്ന് തോന്നുന്നു. അവരുടെ പാൻ നമ്പർ തെറ്റായിരുന്നുവെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കള്ളത്തരം ചെയ്യണം, ഞങ്ങൾ പണിയെടുക്കില്ല, ഞങ്ങൾ വേണ്ടതുപോലെ പേപ്പർ ഫയൽ ചെയ്യില്ല, അതെല്ലാം അംഗീകരിച്ചോണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? AAPക്കെതിരെ കേസെടുക്കാൻ പറഞ്ഞത് സുപ്രീം കോടതിയല്ലേ?
എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടിക്കെതിരെ കേസെടുക്കുന്നില്ല എന്ന് ചോദിച്ചത് സുപ്രീം കോടതിയാണ് അല്ലേ? ഡൽഹി ഹൈക്കോടതിയിൽ പോയതാരാണ്? അരവിന്ദ് കെജ്രിവാൾ അല്ലേ? അല്ലാതെ ED അല്ലല്ലോ പോയത്. പോയിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? എനിക്കെതിരെ സമൻസ് അയക്കരുത്. കോടതി ചോദിച്ച് എങ്ങനെ സമൻസ് അയക്കരുതെന്ന് ഒരു അന്വേഷണ ഏജൻസിയോട് ഞാൻ പറയും, ഞങ്ങൾ പറയും. 1957 തന്നെ സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ പറഞ്ഞു അങ്ങനെയാണ് ചോദ്യം ചെയ്യിക്കരുത്. അപ്പൊ കോടതി പറഞ്ഞു ചോദ്യം ചെയ്യാതിരിക്കാൻ എങ്ങനെ പറ്റും? അല്ല, അടുത്ത ആവശ്യം, ചോദ്യം ചെയ്താൽ അറസ്റ്റ് ചെയ്യരുത്. ചോദ്യം ചെയ്തിട്ട് നിങ്ങൾ കുറ്റക്കാരനാണെന്ന് ബോധ്യപ്പെട്ടാൽ എങ്ങനെ അറസ്റ്റ് ചെയ്യാതിരിക്കും? അല്ല, ശ്രീ ജോർജ് ശിക്ഷിക്കുന്നില്ലല്ലോ. വിവിധ ഏജൻസികളുടെ പരിശോധന നിയമപരമാണെങ്കിൽ അവർക്ക് ചെയ്യാം. ഈ കാര്യത്തിൽ ചോദ്യം ചെയ്യണമെങ്കിൽ ഈ വ്യത്യസ്ത പാർട്ടികൾക്ക് കോടതി, മറ്റ് അപ്പലേറ്റ് ട്രിബ്യൂണലുകൾ തുടങ്ങിയവയിലൊക്കെ ചോദ്യം ചെയ്യാം. ഇതൊക്കെ സാധാരണ നിലയിൽ നടക്കേണ്ടതാണ്. പക്ഷെ നോക്കൂ, ഈ 2 മാസം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ്. 97 കോടി ജനങ്ങൾ അണിനിരക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ നടക്കുമ്പോൾ ഈ അന്വേഷണ ഏജൻസികളെ അഴിച്ചുവിട്ട് ഈ സമയത്ത് ഇപ്പൊ ഈ സമയം എന്ന് പറയുന്നത് അങ്ങേറ്റം പ്രധാനപ്പെട്ട സമയമാണല്ലോ. 2 മാസം കഴിഞ്ഞാലും IT ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് ഈ നോട്ടീസുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ച് മണി ലോണ്ടറിംഗ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി കുറ്റപത്രം കൊടുക്കാം. ഒരു തടസ്സവുമില്ല. ഇലക്ഷന്റെ സമയത്ത് പ്രതിപക്ഷ പാർട്ടികളെ ഇങ്ങനെ വളഞ്ഞിട്ട് അവരുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിലയ്ക്കുന്ന അവസ്ഥ ഉണ്ടാക്കി അവരെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുമ്പോഴാണ് ഇതൊരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ അല്ല എന്ന തോന്നൽ അവർക്കുണ്ടാവുക. അല്ല, മാർച്ച് മാസമാണ് അഭിലാഷേ. മാർച്ച് മാസത്തിലാണല്ലോ നമ്മുടെ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം. അപ്പോഴാണല്ലോ നോട്ടീസ് അയക്കുന്നതും ചോദിക്കുന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെക്കണം. കോടതിയിൽ ഇവർ ചോദിച്ചോ? അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞോ ഇലക്ഷൻ ആയതുകൊണ്ട് എന്നെ ചോദ്യം ചെയ്തിരുന്നു പറഞ്ഞില്ലല്ലോ, എന്നെ അറസ്റ്റ് ചെയ്തിരുന്നു പറഞ്ഞില്ലല്ലോ? അങ്ങനെ ഒരു നിയമമുണ്ടോ? ശരി, നരേന്ദ്രമോദിയൊക്കെ ചോദ്യം ചെയ്തിട്ടുള്ള ഇലക്ഷൻ കാലഘട്ടത്തിൽ തന്നെയാണ്. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും ഇലക്ഷൻ നോക്കിയിട്ടല്ല, പ്രക്രിയ നോക്കിയിട്ടാണ്. കോടതി പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യുന്നതും പ്രക്രിയ നടത്തുന്നതും. അതാണ് കോടതി ചോദിച്ചത്. നീതിന്യായ വ്യവസ്ഥയിൽ ഈ പാർട്ടികൾക്ക് വിശ്വാസമില്ല എന്നല്ലേ അത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോടതിയിൽ പോയിട്ടല്ലേ അറസ്റ്റ് വരിച്ചത്? കോടതിയിൽ പോയത് അരവിന്ദ് കെജ്രിവാൾ ആണ്, ED അല്ല. ശരി, ഓക്കെ, അതാണല്ലോ പോയിന്റ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ റിജിൽ മാക്കുറ്റി, ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാത്തതുമായി ബന്ധപ്പെട്ട നടപടികളിലെ സാങ്കേതികത്വമാണ് ഇത് എന്ന് BJP ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസ് ട്രിബ്യൂണലിനെ സമീപിച്ചു, ഹൈക്കോടതിയെ സമീപിച്ചു, നാളെ സുപ്രീം കോടതിയിൽ പോകാനിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ നിയമപരമായ നടപടികൾ നടക്കുന്നു. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് ആശ്വാസം കിട്ടാഞ്ഞ ഘട്ടത്തിലാണ് ED അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിനി രാഷ്ട്രീയമായ പകപോക്കൽ നടത്തുകയാണെങ്കിൽ പോലും ഈ രാജ്യത്ത് സംവിധാനങ്ങളില്ലേ, കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഇല്ലേ നീതി ഉറപ്പാക്കാൻ എന്ന് ചോദിക്കുന്നു അപ്പുറത്തെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് മുൻകാലത്ത് ചെയ്തതിൻ്റെയാണ് എന്നവർക്ക് വാദിക്കാൻ കഴിയും ആ ലോജിക്ക് വെച്ച്. ശ്രീ അഭിലാഷേ, യഥാർത്ഥത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഏകദേശം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പ്രതികാര നടപടി രാജ്യം ഭരിക്കുന്ന ഭരണകൂടം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ തരത്തിലും വീർപ്പ് മുട്ടിച്ചുകൊണ്ട് തങ്ങൾക്കെതിരായിട്ടുള്ള എല്ലാ തരത്തിലുള്ള എതിർപ്പുകളെയും ഇല്ലായ്മ ചെയ്യാനുള്ള വളരെ ശക്തമായ സംഘടിതമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 4600 കോടി രൂപയുടെ കുടിശ്ശിക കൊടുത്തിരിക്കുന്നു. ആർക്ക്? BJP വാങ്ങിയിട്ടുള്ള പണത്തെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം എവിടെയും നിൽക്കുന്നുണ്ടോ? BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് എല്ലാ തരത്തിലും പ്രിവിലേജും കിട്ടുന്നു എന്നുള്ളതാണ്. ഈ നിഷ്പക്ഷമായി നീതിയുക്തമായിട്ടുള്ള ഒരു അന്വേഷണമാണ് എല്ലാവർക്കും എന്ന രൂപത്തിൽ പറയാൻ സാധിക്കില്ലല്ലോ. BJP ആരോപണം ഉന്നയിച്ചിട്ടുള്ള പല ആളുകളും നമുക്കറിയാൻ സാധിക്കും. VS യെദ്യൂരപ്പ, അദ്ദേഹം ഭൂമി ഖനന അഴിമതി കേസുകളിൽ BJP നേതാക്കന്മാർക്ക് ജഡ്ജിമാർ ഉൾപ്പെടെയുള്ള കൈക്കൂലി കൊടുത്തുമായി ബന്ധപ്പെട്ട കേസുണ്ട്. എന്തുകൊണ്ടാണ് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കർണാടക മുഖ്യമന്ത്രി ആയിട്ടുള്ള ഈ യെദ്യൂരപ്പക്കെതിരെ കേസില്ലാത്തത്? എന്തുകൊണ്ടാണ് അജിത് പവാറിനെതിരായി എത്ര കോടികളുടെ ആരോപണമാണ് ഇവർ ഉന്നയിച്ചത്? എന്തുകൊണ്ട് EDയുടെ അന്വേഷണം നടക്കുന്നില്ല? എന്തുകൊണ്ട് പ്രഫുൽ പട്ടേലിനെതിരെ നടക്കുന്നില്ല? എന്തുകൊണ്ട് സുവേന്ദു അധികാരിക്കെതിരെ നടക്കുന്നില്ല? അപ്പോൾ ഇത്തരം ആളുകൾക്കെതിരായി BJP എല്ലാ തരത്തിലും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവർ നരേന്ദ്രമോദിയുടെ വാഷിംഗ് മെഷീനിൽ ഇട്ട് അവരെ ഒന്ന് അലക്കിയപ്പോൾ അവരൊക്കെ തന്നെ ഏറ്റവും നല്ല ക്ലീനിങ് ഇമേജുള്ളവരായി മാറുന്നു. അവരെ വെളുപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ മോദിയുടെ വാഷിംഗ് മെഷീനകത്ത് പോയി ഒന്ന് അലക്കിയാൽ എല്ലാവരും ക്ലീൻ ചീറ്റ് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ മാറിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും നാണംകെട്ട അവസ്ഥയല്ലേ?
നാണംകെട്ട അവസ്ഥയല്ലേ? ഇപ്പോൾ BJPയുടെ പോഷക സംഘടന മഹിളാ മോർച്ച, യുവമോർച്ച, അതോടൊപ്പം തന്നെ മറ്റ് മോർച്ചകളെ പോലെ തന്നെ ED മോർച്ച, IT മോർച്ച, CBI മോർച്ചയായിരിക്കുന്നു. ആ ഒരു പോഷക സംഘടനയെക്കാളും നിലവാരം കെട്ട രൂപത്തിലാണ് രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഈ സ്ഥാപനങ്ങൾ ഒരു ഭരണകൂടത്തിന് വേണ്ടി എന്ത് നെറുകേടും കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മൾ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടം, ആ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങളുമായിട്ടാണ് ഇന്ന് 28 പ്രതിപക്ഷ പാർട്ടികൾ, എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക്, ഒരു പോരാട്ടത്തിലേക്ക് രാജ്യത്തിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളത് ഫാസിസമാണ്. ആ ഫാസിസം തങ്ങളുടെ അധികാര ദണ്ടുപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എല്ലാം ഈ രൂപത്തിൽ അടക്കി വരിക്കാമെന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെയും സംഘപരിവാറിന്റെയും RSSന്റെയും നയം. ഈ തെരഞ്ഞെടുപ്പിനകത്ത് നിന്ന് പണം, പ്രത്യേകിച്ച് കോൺഗ്രസിന് ഈ രാജ്യത്തെ സാധാരണക്കാരെ പാവപ്പെട്ട ആളുകൾ കൊടുത്ത പണമാണ്. ആ പണം വാങ്ങിയ പണം, ആ പണം ഉൾപ്പെടെയാണ് ഇൻകം ടാക്സിന് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ബാൻ ചെയ്യാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ പണം ഇല്ലാതെ ഒരു സ്ഥാനാർത്ഥികൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്നറിയാം. ആ രൂപത്തിൽ എങ്ങനെയെല്ലാം തരത്തിലും കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാൻ, കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് BJP നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ ഏറ്റവും നെറികെട്ട ഒരു രാഷ്ട്രീയ നിലപാടിലാണ് ഈ രാജ്യം മുമ്പോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ഒരു നേതാക്കന്മാർക്കെതിരെ അവരെ എന്തുകൊണ്ട് രാത്രി അറസ്റ്റ് ചെയ്യുന്നില്ല? അവർ മുഖ്യമന്ത്രിമാർ ആയാണല്ലേ? അശോക് ചവാൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെതിരായി ഇവർ എന്തെല്ലാം ആരോപണം ഉന്നയിച്ചിരുന്നു? എന്തുകൊണ്ടാണ് അയാൾക്കെതിരെ ഇത്ര അറസ്റ്റ് ഇല്ലാത്തത്? അതുകൊണ്ട് BJPയുമായി ചേർന്ന് നിന്നാൽ ഒരു അഴിമതി നടത്തിയാൽ ഒരു പ്രശ്നമില്ല, ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാം, അല്ലാത്തവർക്കെല്ലാം ജയിലാണ് എന്ന് കാണിച്ചു കൊടുക്കുന്ന ഇത് ജനാധിപത്യ വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അതിനെ നോക്കിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങളുമായി ഡൽഹിയിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ മുമ്പോട്ട് വരുന്നത്. ശരി, ഓക്കെ. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇന്ന് ഉയിർപ്പ് തിരുനാളാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ ശബ്ദത്തിന്റെ ഉയിർപ്പായി ഈ ദിവസം മാറാൻ സാധ്യതയുണ്ടോ? 1975 ജൂൺ 25-ാം തീയതി ജയപ്രകാശ് നാരായൺ ഇതേ രാംലീല മൈതാനത്താണ് വലിയ സമ്മേളനം നടത്തി. അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾ നമുക്കറിയാം. അടിയന്തരാവസ്ഥ മുതൽ അങ്ങോട്ട് ഒടുവിൽ 77-ൽ ഇന്ത്യയുടെ പതനം വരെ. അങ്ങനെ ചരിത്രപരമായ ഒരു പ്രാധാന്യമുണ്ട്. ഇത് പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ എതിർ ശബ്ദത്തിന്റെ ഉയിർപ്പായി മാറാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന്റെ ഉയിർപ്പിനെ, പ്രതിപക്ഷത്തിന്റെ തിരിച്ചുവരവിനെ ഭയന്നുകൊണ്ടാണ് നരേന്ദ്രമോദി ആദായ നികുതി വകുപ്പ് ഉൾപ്പെടെ ED ഉൾപ്പെടെ എല്ലാ കേന്ദ്ര ഏജൻസികളെയും തങ്ങളുടെ ഗുണ്ടാപ്പണിക്ക് കയറൂരി വിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ എൻ്റെ സുഹൃത്ത് ജോർജ് കുര്യൻ ഒരു സ്വാഭാവികമായ ആദായ നികുതി വകുപ്പിൻ്റെ നടപടി മാത്രമാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ, ഇപ്പോഴത്തെ കേസുകൾ എന്നാണ് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എന്താണ്? ജനാധിപത്യ പ്രക്രിയയിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനത്തെ ഇല്ലാതാക്കുക എന്നാണ് BJPയുടെ രാഷ്ട്രീയം. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി രൂപം കൊള്ളുകയും BJP ഇതരമായിട്ടുള്ള മതനിരപേക്ഷ കക്ഷികളുടെ വോട്ടുകൾ ഏകീകരിക്കും. ഇപ്പം എന്താണ്, 63 സീറ്റ് UPയിലുണ്ട്. അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഒക്കെ ഒന്നിക്കുമ്പോൾ ആ 63 സീറ്റ് BJPക്ക് ഉറപ്പിക്കാനാവില്ല. അവിടെ പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസും അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയും ഒക്കെ അടങ്ങുന്ന മുന്നണി വലിയ മുൻകൈ നേടും എന്നതാണ്. ബീഹാറിലേക്ക് പോയാൽ മിസ്റ്റർ നിതീഷ് കുമാറിനെ അവർ വിലക്കെടുത്തിട്ടുണ്ടെങ്കിലും നിതീഷ് കുമാർ ഇല്ലാത്ത RJDയും കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും ചേരുന്ന സഖ്യം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ BJPക്കുള്ള സീറ്റുകൾ അവിടെ നിന്ന് നഷ്ടപ്പെടുത്തും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ ഇന്ത്യൻ പാർലമെന്റിൽ 400 സീറ്റ് ഞങ്ങൾക്കുണ്ടാകും എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് സ്വേച്ഛാധിപത്യത്തിലേക്ക്, പ്രസിഡന്റ്ഷിപ്പിലേക്ക് ഈ രാജ്യത്തെ നയിക്കാനുള്ള ആസൂത്രിതമായ പദ്ധതിയുമായിട്ട് BJP നേതാക്കൾ നീങ്ങുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ നടത്താൻ പോകുന്നില്ല. അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധം രാജ്യത്തുണ്ടാകുമെന്ന അവസ്ഥ വളർന്നു വന്നിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് എല്ലാ ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള ശിക്ഷാ നടപടികളിലേക്ക്, കള്ളക്കേസുകളിലേക്ക് അവരെത്തിയിരിക്കുന്നത്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രശ്നം തന്നെ നോക്കിയാൽ നമുക്കറിയാമല്ലോ. അരവിന്ദ് കെജ്രിവാൾ, അദ്ദേഹത്തിനെതിരായിട്ട് 2 വർഷക്കാലമായിട്ട് ED അന്വേഷിക്കുക. 100 കോടി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് കേസ്. പക്ഷെ ഒരു നയാ പൈസ, ഒരു ഉറുപ്പിക അരവിന്ദ് കെജ്രിവാളിന് കിട്ടിയതായിട്ട്, ഈ മദ്യനയ കേസുമായി അവിഹിതമായ അദ്ദേഹത്തിന്റെ കയ്യിലെത്തിയതായിട്ട് ഒരു തെളിവും ഉണ്ടാക്കാൻ EDക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു തെളിവുമില്ലാത്ത അവസ്ഥയിലാണ് അരബിന്ദോ ഫാർമസിയുടെ ഡയറക്ടറായിരിക്കുന്ന P. ശരത് റെഡ്ഡിയെ ഉപയോഗിച്ച് ഒരു മാപ്പ് സാക്ഷിയാക്കി കള്ളമൊഴി ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കള്ളമൊഴി കൊടുത്ത ശരത് റെഡ്ഡി ആരാണ്? ആ P. ശരത് റെഡ്ഡി എന്ന് പറയുന്ന ആള് BJPക്ക് ഇലക്ഷൻ ബോണ്ട് വഴി 34 കോടി രൂപ കൊടുത്ത ആളാണ്. അപ്പൊ അഭിലാഷേ, ഇതെന്താണ്? വെള്ളരിക്ക പട്ടണമാണോ ഇത്? ബനാന റിപ്പബ്ലിക് ആണോ? ലാറ്റിൻ അമേരിക്കയിലെ ബനാന റിപ്പബ്ലിക്ക് സമാനമായ അവസ്ഥയിലേക്ക് ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയ എത്തിച്ചിരിക്കുകയാണ്. കേന്ദ്ര ഏജൻസികൾ അതിന് ഉപയോഗിക്കുകയാണ്.
തങ്ങൾക്ക് അനഭിഹിതമായ എല്ലാ സംസ്ഥാന സർക്കാരുകളെയും രാഷ്ട്രീയ നേതാക്കളെയും വേട്ടയാടുക എന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ് BJP ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ഇന്ന് ഡൽഹി ദർശിച്ചത്. അത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റത്തിന്റെ സൂചനയാണ്. ശരി, എന്തായാലും ഡൽഹി മദ്യ നയക്കേസിലെ മറ്റൊരു മാപ്പ് സാക്ഷിയായ മകുണ്ട റെഡ്ഡിയുടെ അച്ഛന് BJP-യുടെ സഖ്യകക്ഷിയായ TDP ആന്ധ്രയിൽ ലോക്സഭയിലേക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം YSRCP-യുടെ MP ആയിരുന്നു മുമ്പ്. ശ്രീ ജോർജ് കുര്യൻ, നോക്കൂ, പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഈ റാലിയിൽ ഉയർത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന്. ഞങ്ങൾക്ക് വോട്ട് തരൂ, ഞങ്ങളെ ജയിപ്പിക്കൂ എന്നല്ല. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവുമായി നടത്തണം. 2, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ വകുപ്പുകളെ പ്രതിപക്ഷത്തിന് നേരെ അഴിച്ചുവിട്ട് അവരുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം തടയരുത്. 3, രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടുകൾക്ക് മുകളിൽ കൈവച്ച് അവരുടെ പ്രവർത്തനം തടഞ്ഞ് അവരെ ശ്വാസം മുട്ടിക്കരുത്. 4, സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു SIT അന്വേഷണം ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ നടത്തണം. 5, എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഒരുപോലെ മത്സരിക്കാനുള്ള ഒരു സാഹചര്യം, ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാക്കണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇത് ഉറപ്പാക്കുക എന്ന് പറയുന്നത് പരമപ്രധാനമല്ലേ? നോക്കൂ, കഴിഞ്ഞ ദിവസം USA, അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുകയാണ്. ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന്. എന്താണ് അതിന്റെ അർത്ഥം? ഐക്യരാഷ്ട്രസഭ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ചില ആശങ്കകൾ ന്യായമായും ഉണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു റഷ്യൻ മോഡൽ ഡെമോക്രസിയിലേക്ക് പോവുകയാണോ എന്ന ഭയം ലോകരാഷ്ട്രങ്ങൾക്ക് പോലും ഉണ്ട്, ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും ഉണ്ട്. അഭിലാഷേ, ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കാരണം ഞങ്ങൾ എന്തൊക്കെ സഹിച്ചെന്നറിയോ? അത് ആദ്യം മനസ്സിലാക്കണം. 2014, 2015 ഇത് ഓൺലൈനിൽ ഫയൽ ചെയ്യുന്ന സംവിധാനത്തിലേക്ക് മോഡി വന്നതിന് ശേഷം ഡിജിറ്റൽ മേഖലയിലുണ്ടായ ആ കുതിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ ഏതാണ്ട് 10 വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിച്ചത്, ഞങ്ങളുടെ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള സർവ്വ അക്കൗണ്ടുകൾ ഞങ്ങൾ ക്ലോസ് ചെയ്തു. എന്താ കാര്യം? ഒരു നിയോജക മണ്ഡലത്തിലെ കണക്ക് തെറ്റിക്കഴിഞ്ഞാൽ നോട്ടീസ് വരും കേന്ദ്ര കമ്മിറ്റിക്ക്. കേരളത്തിലല്ല വരുന്നത്, സംസ്ഥാന കമ്മിറ്റിക്കല്ല വരുന്നത്, കേന്ദ്ര കമ്മിറ്റിക്ക് വരും. പിന്നെ അതൊന്ന് ക്ലിയർ ചെയ്യണമെങ്കിൽ എത്ര മാസം എടുക്കും? അതുകൊണ്ട് പടിപടിയായിട്ട് നിയോജക മണ്ഡലം ഈ അക്കൗണ്ടുകളെല്ലാം ഞങ്ങൾ പൂട്ടി, എല്ലാം ക്ലോസ് ചെയ്തു. ഇതിനുള്ള അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല സംസ്ഥാന തലം വരെയും കംപ്ലീറ്റ് ഞങ്ങൾ ക്യാഷ്ലെസ് ആക്കി. കാരണം കണക്ക് ശരിയാകണമെങ്കിൽ ക്യാഷ്ലെസ് ആക്കി. ഇനിയുള്ളത് ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടുകളാണ്. ജില്ലാ കമ്മിറ്റിയുടെ ഏതെങ്കിലും ജില്ലാ കമ്മിറ്റിയിൽ ഈ 540 ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റികൾ കൂടുതലുണ്ട്, പലതും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു 600 ജില്ലാ കമ്മിറ്റികളിൽ ഏതെങ്കിലും ജില്ലാ കമ്മിറ്റി ഈ കണക്കിലൊരു വീഴ്ച വരുത്തിയാൽ നോട്ടീസ് വരും. ആർക്കാ വരുന്നത്? കേന്ദ്ര കമ്മിറ്റിക്ക് നോട്ടീസ് വരും. അങ്ങനെയാണ് സംവിധാനം. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് സംസ്ഥാന കേന്ദ്രത്തിൽ നിന്ന്, സംസ്ഥാന ഓഫീസിൽ നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എല്ലാ ജില്ലാ കമ്മിറ്റികളുടെയും ഈ അക്കൗണ്ടുകൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും എൻട്രിയുടെ കുഴപ്പമുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് സംഘടനാ പ്രവർത്തനത്തിൻ്റെ 20% ഞങ്ങൾ ചെലവഴിക്കുന്നത് അക്കൗണ്ട് ക്ലിയർ ചെയ്യാനാണ്. ജില്ലാ പ്രസിഡന്റ്, ജില്ലാ ട്രഷറർ, സംസ്ഥാന ട്രഷറർ, സംസ്ഥാന അക്കൗണ്ടന്റ്, CA-കാരൻ എല്ലാ ദിവസവും കൂടണം. ഇനി ഞങ്ങൾക്ക് നോട്ടീസ് വന്നില്ല എന്ന് പറയാറായിട്ടില്ല. കാരണം ഏതാനും വർഷത്തിൻ്റെ ക്ലിയർ ആയിട്ട് വന്നിട്ടുള്ളൂ. ഇത് ഇപ്പം ചെയ്യുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഒരു നിർമ്മിത ബുദ്ധി പോലെയാണ് അതിന്റെ ആ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം. എവിടെയെങ്കിലും ഡിഫക്റ്റ് വന്നാൽ അപ്പോഴേ നോട്ടീസ് അയക്കും. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമേ ഈ നിർമ്മിത ബുദ്ധിയും മറ്റു കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുള്ളൂ. നോക്കൂ, സീതാറാം കേസരി AICC-യുടെ ട്രഷററായിരുന്ന കാലത്ത് 1993-94 കാലത്തെ ആദായ നികുതിയുടെ കണക്ക് വരെ കോൺഗ്രസ് ഇപ്പൊ പറയണം. കഴിഞ്ഞ കൊല്ലം മാർച്ച് മാസം ഉണ്ടായിരുന്നില്ലേ? അതിന് മുമ്പത്തെ കൊല്ലം മാർച്ച് മാസം ഉണ്ടായിരുന്നില്ലേ? ഇതൊക്കെ ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ലേ ശ്രീ ജോർജ് കുര്യൻ? അല്ലല്ല 2020 ഞങ്ങൾക്ക് വന്നതാണ്. ഞങ്ങളോട് ക്ലാരിഫിക്കേഷൻ ചോദിച്ചതാണ്. അപ്പോഴാണ് പതുക്കെ ഞങ്ങൾ ക്ലോസ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഏതെങ്കിലും മണ്ഡലം കമ്മിറ്റി കുഴപ്പം കാണിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾ മറുപടി പറയണത് ക്ലിയർ ചെയ്യണം. എത്ര മാസത്തെ പണിയാണെന്നറിയാവോ? ആദ്യം ഇതുപോലത്തെ നോട്ടീസല്ല, കോൺഗ്രസ്സുകാർക്കൊരു 100 നോട്ടീസ് വന്നതായിരിക്കും. മാർച്ച് മാസമാണിത്, ഇയർ എൻഡിംഗ് ആണ്, സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമാണ്. അതുകൊണ്ടാണ് ഒരു പണി അവർ ചെയ്തിട്ടില്ല. ആ ഇൻകം ടാക്സിൻ്റെ ആ ആക്ട് എടുത്ത് വായിച്ചു നോക്ക്. അത് മാത്രമല്ല, നമ്മുടെ ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലെ 29C അനുസരിച്ച്
ഈ റിട്ടേൺ ഫയൽ ചെയ്യാത്ത ഒരു പാർട്ടിക്കും ഈ എക്സംഷൻ കിട്ടില്ല. ഒരു വരുമാനത്തിനും ടാക്സ് അടയ്ക്കണ്ട. ഈ കോൺഗ്രസ്സുകാർ പറയുന്നില്ലേ ഈ 4600 കോടി രൂപയുടെ BJP അടയ്ക്കണമെന്ന്? അത് ഞങ്ങൾ റിട്ടേൺ അടച്ചതിൻ്റെയാണ് ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് BJPയും ഇതിൻ്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ അടുത്തത് വരാൻ പോകുന്നത് ഇനി ശരിയായില്ലെങ്കിൽ ഞങ്ങളുടെ ജില്ലാ തലത്തിലുള്ള അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യേണ്ടി വരും. അത്രമാത്രം സ്ട്രിക്റ്റ് ആയിട്ടാണ്. അത് നമ്മുടെ സംവിധാനങ്ങൾ കുറച്ചും കൂടെ ഫെയർ ആയതുകൊണ്ടാണ്, വളരെ ക്ലിയറായി, അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റായി. അതുകൊണ്ടാണ് അത് BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ പരിശോധിച്ച് വരുന്ന അവസരത്തിൽ ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്ന് BJPക്ക് ഒരു പക്ഷേ വന്നേക്കാം. അവർ എല്ലാവരെയും എന്തിനാ അടച്ചേക്ഷേപിക്കുന്നത്? ഞങ്ങളിത് വരാതിരിക്കാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ട് ഈ രാഷ്ട്രീയ പാർട്ടികളൊന്ന് പറയട്ടെ. ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഒരു പാർട്ടിയുള്ളത്. ഇവർക്ക് ക്ലോസ് ചെയ്യണ്ടല്ലോ, ചെയ്തിട്ടില്ലല്ലോ. അത് ഞങ്ങൾ ക്ലോസ് ചെയ്തു കഴിഞ്ഞ 10 വർഷം കൊണ്ട് പടിപടിയായിട്ട് ക്ലോസ് ചെയ്തു. ഇനിയും വരികയാണെങ്കിൽ, ഇനിയും നോട്ടീസോ വല്ലതും വരികയാണെങ്കിൽ ഞങ്ങളുടെ ജില്ലാ അക്കൗണ്ടുകളും ക്ലോസ് ചെയ്യേണ്ടി വരും. സംസ്ഥാന തലത്തിലേ ഉണ്ടാകുള്ളൂ. 2000 രൂപയിൽ കൂടുതൽ അത് വാങ്ങിക്കണമെന്നുള്ള നിയമ വ്യവസ്ഥകൾ അറിയാവോ? അത് മാത്രമല്ല 20,000-ൽ കൂടുതലായിട്ടുള്ളത് മുഴുവൻ ഡിജിറ്റലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ വരും, ഇൻഡാസ് വരും, നോട്ടീസ് വരും. ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് ക്ലിയർ ചെയ്യുന്നത്. ഞങ്ങൾ അപ്പോൾ ക്ലിയർ ചെയ്യും. ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ഇരിക്കുകയല്ലായിരുന്നു. കോൺഗ്രസ്സുകാരെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എനിക്കറിയില്ല, അവർ പറഞ്ഞു അവരുടെ പാൻ നമ്പറിൻ്റെ പ്രശ്നമാണ്, പഴയ നമ്പറാണ് ഉപയോഗിച്ചതെന്ന്. വലിയ ഫൈനാണ്. വ്യക്തികൾക്ക് വരുന്ന അതേ ഫൈൻ വരും. നിങ്ങൾ എക്സംഷന് വേണ്ടി അപേക്ഷിച്ചില്ല എങ്കിൽ, റിട്ടേൺ ചെയ്തില്ല എങ്കിൽ, റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ അഭിലാഷിന് വരുന്ന ഫൈൻ എത്രയാണോ അതുപോലെ തന്നെ ഫൈൻ വരും. ഒരു എക്സംഷനും ഇല്ല. ശരി, അതാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ ഇങ്ങനെ സുഖമായിട്ടിരിക്കുകയല്ല, ഞങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നേരത്തെ അങ്ങ് വിശദീകരിച്ചല്ലോ, ഞാൻ വരാം. നിയമം അനുസരിക്കാൻ വേണ്ടി തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. ശരി, ഓക്കെ. ശ്രീ റിജിൽ മാക്കുറ്റി, ഇങ്ങനെ പല കാര്യങ്ങൾ സംഭവിക്കുന്നു. 2 പ്രധാനപ്പെട്ട നേതാക്കൾ അറസ്റ്റിലായിരിക്കുന്നു, ഹേമന്ത് സോറനും അരവിന്ദ് കെജ്രിവാളും. മറ്റ് പല കാര്യങ്ങൾ, ഇത് പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികളും പൊതുവായി അനുഭവിക്കുന്ന പ്രശ്നമാണ്. കോൺഗ്രസ് മാത്രമല്ല. ഇന്നിപ്പോൾ കെജ്രിവാളിന്റെ ഭാര്യ സുനിത ആ ജനക്കൂട്ടത്തെ നോക്കി പറഞ്ഞത്, കഴിഞ്ഞ ജന്മത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിയായിട്ടുള്ള ഒരാളായിരിക്കാം എൻ്റെ ഭർത്താവ്. അദ്ദേഹം പുനർജന്മത്തിൽ അതേ കാര്യം, അതായത് ഫ്രീഡം സ്ട്രഗിൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ജനാധിപത്യത്തെ, രാജ്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് സുനിത കെജ്രിവാൾ പറഞ്ഞത്. ഇത് നിങ്ങൾ ഈ 28 പാർട്ടികൾക്കും ഇന്ധനമായി മാറി. ഈ അറസ്റ്റും തുടർന്നുള്ള നടപടികളും മാറി, മുൻപുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇല്ലാതായി ഒരു യോജിച്ച പോരാട്ടത്തിന്, യഥാർത്ഥത്തിലുള്ള യോജിച്ച പോരാട്ടത്തിന് അരങ്ങൊരുക്കുമോ? മുൻപ് അത് കടലാസിലോ അതല്ലെങ്കിൽ ചില നേതാക്കളുടെ മനസ്സിലോ ആയിരുന്നെങ്കിൽ ഗ്രൗണ്ടിൽ പാർട്ടി പ്രവർത്തകരിൽ ഒക്കെ ഈ പറഞ്ഞ ആ ഒരു എന്താ പറയാ, ആ പോരാട്ടത്തിനുള്ള വീര്യമുണ്ടല്ലോ, അത് ഉണ്ടാക്കി കൊടുക്കുമോ ഈ നടപടികൾ? അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ കാര്യമുണ്ടോ? ശ്രീ അഭിലാഷ്, യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് 2ാം സ്വാതന്ത്ര്യ സമരമാണ്. ഇന്ത്യയെ വീണ്ടെടുക്കുക എന്നുള്ള ഒരു വലിയ പോരാട്ടമാണ്. അത് സംഘപരിവാറും RSSും ഈ രാജ്യത്തെ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയും കുഴിച്ചു മൂടി ഒരു ഫാസിസത്തിലേക്ക്, ഒരു മതരാഷ്ട്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ മതനിരപേക്ഷ ഇന്ത്യയെ വീണ്ടെടുക്കുക എന്നുള്ള പോരാട്ടത്തിലാണ് ഞങ്ങൾ എല്ലാവരും. അതിനകത്ത് ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടമായതുകൊണ്ടാണ് ആ രൂപത്തിലേക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി. ഇന്നത്തെ ആ ഒരു റാലിയോടുകൂടി എല്ലാവരും ഒരേ സ്വരത്തിലാണ്. BJP ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരായി, ഈ ഭീഷണിയുടെയും ഭയപ്പെടുത്തലിനുമെതിരായിട്ടുള്ള വലിയ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് രാജ്യത്തെ എല്ലാ തരത്തിലും ജനങ്ങളും അത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന സംബന്ധിച്ച് ഒരു തർക്കമില്ല. ശ്രീ അഭിലാഷ്, ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ പറയുന്നു ഞങ്ങൾ EDയെ ഭീഷണിപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ EDയെ കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നില്ല, ഞങ്ങൾ നിലപാടിലാണ്. രാജ്യത്തിൻ്റെ പാർലമെന്റ് ചർച്ച നടക്കുമ്പോൾ മീനാക്ഷി ലേഖി എന്ന് പറയുന്ന BJPയുടെ MP പറഞ്ഞില്ലേ, പ്രതിപക്ഷ നിരയെ നോക്കി ED വരും, മിണ്ടരുത്. ഈ രാജ്യത്തിൻ്റെ പാർലമെന്റ് പറഞ്ഞില്ല ED വരും. അപ്പോൾ ED ആരാ? ഇവർ പറയുന്നത് പോലെ ചാടിക്കടിക്കട കുഞ്ചിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കടിക്കാൻ തയ്യാറായി നിൽക്കുന്ന കുഞ്ചിരാമന്മാരാണ് EDയും അതോടൊപ്പം IT, ഇൻകം ടാക്സ് ഒക്കെ എന്ന് അവർ തന്നെ ബോധ്യപ്പെടുത്തിയില്ല. അവരെ പ്രധാനപ്പെട്ട BJPയുടെ നേതാവാണല്ലോ മീനാക്ഷി ലേഖി പറഞ്ഞിരിക്കുകയാണല്ലോ. മാത്രമല്ല, ഇവരെന്തുകൊണ്ട് ഭയപ്പെടും? 400 സീറ്റിൻ്റെ മാൻഡേറ്റ് കിട്ടുന്ന വലിയ രൂപത്തിൽ രാജ്യത്തെ മീഡിയ മുഴുവൻ, കോർപ്പറേറ്റ് മീഡിയ മുഴുവൻ ഉപയോഗിച്ചും പണം കൊടുത്തും PR വർക്കിൻ്റെ ഭാഗമായി വലിയ രൂപത്തിൽ തള്ളായിരുന്നല്ലോ. അങ്ങനെ 400 സീറ്റ് നിൽക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തെ ഈ രൂപത്തിലേക്ക് ഭയപ്പെടുന്നത്? പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തെ എന്തുകൊണ്ടാണ് ഈ നാട്ടിനകത്ത് ഈ BJPക്ക് ആ രൂപത്തിലേക്ക് സീറ്റ് കിട്ടില്ല എന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ടല്ലേ ഇത്തരത്തിലുള്ള ഇൻഡാസുകളുമായി കടന്നു വരുന്നത്? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നത്, മോദി ഗ്യാരണ്ടി 0 ഗ്യാരണ്ടിയാണ് എന്നുള്ള തെളിവുണ്ട്. മോദിയുടെ മുമ്പിൽ ഒരുപാട് ചോദ്യമുണ്ട്. 2014 UPA സർക്കാർ വരുമ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില 72 രൂപയെ പെട്രോളിന്, ഇന്ന്
അന്ന് 113 രൂപ ക്രൂഡ് ഓയിൽ ഉണ്ടായ സമയത്ത് അന്ന് 72 രൂപയായിരുന്നു. ഇന്ന് 50 ദിവസം തരൂ, ഞാൻ നിങ്ങൾക്ക് 50 രൂപക്ക് പെട്രോൾ തരാമെന്നാണ് മോദി പറഞ്ഞത്. 3650 ദിവസമായി ഈ നാട്ടിനകത്ത് മോദി ഭരിക്കുന്നു. എത്രയാണ് പെട്രോളിന്റെ വില? 106 രൂപയിലാണ്. എത്രയാണ് ക്രൂഡ് ഓയിലിന്റെ വില? അന്താരാഷ്ട്ര വിപണിയിൽ $83. നിങ്ങൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ പാചകവാതകത്തിന് 450 രൂപയായിരുന്നു അന്നത്തെ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്തുള്ള ഗ്യാസിന്റെ വില. ഇന്ന് എത്രയാണ്? 1150. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 200 കുറച്ചിരിക്കുന്നു, സബ്സിഡി എടുത്തു കളഞ്ഞിരിക്കുന്നു. തൊഴിൽ വിഷയത്തിൽ 2 കോടി തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. ചെറുപ്പക്കാർ തൊഴിലുണ്ടോ? നമ്മുടെ അർദ്ധപരമായിട്ടുള്ള പ്രത്യേകിച്ച് സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ തന്നെ എല്ലാം സ്വകാര്യവൽക്കരിക്കുന്നു, അദാനിക്ക് കൊടുക്കുന്നു. ആ കൊടുക്കുന്നതിന്റെ ഭാഗമായി തൊഴിൽ വെട്ടിക്കുറക്കുന്നു. ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാത്ത നാടായി ഈ നാട് മാറുകയാണ്. കള്ളപ്പണം കൊണ്ടുവരും എന്ന് പറഞ്ഞു. എവിടെ കള്ളപ്പണം കൊണ്ടുവരും? കള്ളപ്പണം കൊണ്ടുവന്ന് 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ തരുമെന്ന് പറഞ്ഞു. കള്ളപ്പണം പിടിച്ചോ? രാജ്യത്തെ ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു 500-ന്റെയും 1000-ന്റെയും നോട്ട് നിരോധിച്ചത് എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ടായിട്ടില്ലേ? ആ നോട്ട് നിരോധനം ഏത് രൂപത്തിലാണ് ഈ രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിയിട്ടുള്ളത്? ഈ രാജ്യം ഏതൊരു പട്ടിണി രാജ്യങ്ങളുടെ കണക്കിൽ 111ാമത്തെ സ്ഥാനത്ത് ഇന്ത്യ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിലെ വിഷയമല്ലേ? കർഷകന്മാരോട് ഇവർ കാണിക്കുന്ന നീതികേട്, അവരെ വെടിവെച്ച് കൊല്ലുകയല്ലേ, അവരെ ഗ്രനേഡും അതോടൊപ്പം തന്നെ ബുള്ളറ്റ് ഉപയോഗിച്ച് അവരെ ഇല്ലാതാക്കിയല്ലേ? അപ്പൊ രാജ്യത്ത് വിലക്കയറ്റം വലിയ പ്രശ്നമായി നിൽക്കുകയാണ്. അങ്ങനെയുള്ള കാലത്ത് അഭിലാഷ് ഞാൻ പറയാം, അങ്ങനെയുള്ള കാലത്ത് ജനങ്ങൾ ഇവർക്കെതിരാണ്. അവർ ആ രാമക്ഷേത്രം കൊണ്ടുപോയി ഏശിയില്ല, പൗരത്വം കൊണ്ടുവന്നു ഏശിയില്ല. മാത്രമല്ല ശ്രീ അഭിലാഷ്, ഒറ്റ കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കുക. ഇന്ന് ഈസ്റ്റർ ദിനമാണ്. രാജ്യത്ത് 731 ക്രിസ്തീയ ദേവാലയങ്ങളും പള്ളികളുമാണ് ഇവരുടെ ഭരണകൂടത്തിന്റെ ഭാഗമായി ആക്രമിക്കപ്പെട്ടുള്ളത്. ഇവിടെ കേക്കുമായും മലയാറ്റൂർ പള്ളിയും കയറാൻ പോകുന്ന ആളുകൾ ഈ രാജ്യത്തെ ക്രിസ്തീയ വിശ്വാസികൾ അനുഭവിക്കുന്ന അവരുടെ പള്ളികളും ആരാധനാലയങ്ങൾ തച്ചു തകർക്കുന്ന BJP ഭരണകൂടത്തിനായി ഈ കേരളത്തിൽ പോലും ആളുകൾ പ്രതിഷേധം ഉയർത്താണ്. രാജ്യത്തിന്റെ മേഖലയിൽ എന്തിനേറെ പറയുന്നു, ജാംബുവ എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ഒരു സ്ഥലത്ത് കുർബാനക്ക് ഉപയോഗിച്ച വീഞ്ഞ് പിടിച്ചെടുത്ത് 2 പുരോഹിതന്മാരെ, ക്രിസ്തീയ പുരോഹിതന്മാരെ കള്ളവാച്ച് നടത്തിയെന്ന പേരിൽ ജയിലിട്ടവരല്ലേ ഇവര്? അങ്ങനെ എന്തെല്ലാം ക്രൂരത ക്രിസ്തീയ മതവിശ്വാസികൾക്കെതിരെ നടക്കുന്നു. അതോടൊപ്പം മുസ്ലിം മതവിശ്വാസികൾക്കെതിരായി വ്യാപകമായ രൂപത്തിലുള്ള അക്രമങ്ങൾ രാജ്യത്തെമ്പാടും നടന്നില്ലേ? ഭക്ഷണം കഴിച്ച് തല്ലിക്കൊല്ലും. അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ മേഖലയിലും തർക്കമില്ല. ശരി, ഓക്കെ. ഇവിടെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഇന്ന് ഇന്ത്യ സഖ്യത്തിന്റെ റാലി പോലെ തന്നെ NDAയുടെ റാലിയും ഉണ്ടായിരുന്നു. മീററ്റിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചത് ഈ തെരഞ്ഞെടുപ്പ് NDA മുന്നണിയും കറപ്ഷൻ മുന്നണിയും തമ്മിലുള്ള പോരാട്ടം എന്നാണ്. NDAയും അഴിമതിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. നോക്കൂ, അരവിന്ദ് കെജ്രിവാൾ അകത്ത് കിടക്കുന്നത് അഴിമതി കേസിലാണ്. മനീഷ് സിസോദിയും സത്യേന്ദ്ര ജെയിനും അകത്ത് കിടക്കുന്നത് അഴിമതി കേസിലാണ്. ഹേമന്ത് സോറൻ അകത്ത് കിടക്കുന്നത് അഴിമതി കേസിലാണ്. വിവിധ ED IT കേസുകൾ അഴിമതിയോ മണി ലോണ്ടറിങ്ങോ ഒക്കെ ആയി ബന്ധപ്പെട്ടതാണ്. അപ്പോ നിങ്ങളിങ്ങനെ ജനാധിപത്യ സംരക്ഷണം എന്ന് പറയുമ്പോൾ അപ്പുറത്ത് ഇതാ ഈ അഴിമതി കാണിച്ച ആളുകളെ ഞങ്ങൾ അഴിക്കകത്തിട്ടിരിക്കുകയാണെന്ന് പറയാൻ അവർക്കും പറ്റും. അല്ല, ഇത് സത്യാനന്തര കാലമല്ലേ അഭിലാഷേ? ഈ സത്യാനന്ദ കാലത്തെ ഒരു വ്യാജ നിർമ്മിതിയാണ് മിസ്റ്റർ നരേന്ദ്രമോദി എന്ന് പറയുന്നത്. 2002 ഗുജറാത്ത് വംശഹത്യയിലൂടെ ലോകമാകെയുള്ള മാധ്യമങ്ങൾ നരാധമനെന്ന്, ന്യൂനപക്ഷങ്ങളുടെ ചോരക്കറ പുരണ്ട കുറ്റവാളി എന്ന് വിളിച്ച ഒരാളാണ് നരേന്ദ്രമോദി. പക്ഷെ നരേന്ദ്രമോദിയുടെ ബിംബം മിസ്റ്റർ ഡെവലപ്മെന്റ് എന്ന രീതിയിൽ വികാസ് പുരുഷൻ എന്ന നിലക്ക് നിർമ്മിച്ചെടുത്തതാണ്. 10,000-കണക്കിന് കോടികൾ ഇന്ത്യൻ കോർപ്പറേറ്റുകൾ അതിനായി ഒഴുക്കിയതിനെ കുറിച്ചുള്ള നിരവധി പഠനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ എന്താണ്? ഇലക്ട്രൽ ബോണ്ടിലൂടെ 1000-കണക്കിന് കോടികൾ തട്ടിയെടുത്ത ED അന്വേഷിക്കുന്ന കുറ്റവാളി മൂലധന കേന്ദ്രങ്ങളിൽ നിന്ന് പോലും പണം വാങ്ങിച്ചവരാണ് നരേന്ദ്രമോദിയുടെ പാർട്ടിക്കാരെന്ന് പറയുന്നത്. ആ BJPയുടെ നേതൃത്വത്തിലാണ് NDA ഉള്ളത്. ആ NDAയുടെ റാലിയിൽ പ്രസംഗിച്ചുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, അപ്പുറത്തുള്ളവർ അഴിമതിക്കാരാണ്. ഇവരാരാണ്? അഴിമതിയുടെ മുതുമുത്തപ്പന്മാരാണ് ഇവര്. ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി നിങ്ങൾ നോക്കൂ, ആദർശ് കുംഭകോണം. ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളാകെ കോൺഗ്രസിനെതിരായിട്ട് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുംഭകോണമില്ലേ? പട്ടാളക്കാർക്ക് ഫ്ളാറ്റ് ഉണ്ടാക്കുന്ന, വീടുണ്ടാക്കുന്ന ഒന്നാണ്. അത് അശോക് ചവാൻ വലിയ തട്ടിപ്പ് നടത്തി. ആ അശോക് ചവാനെതിരായിട്ടുള്ള കേസിൽ നിന്ന് എവിടെയാ ജോർജ് കുര്യനെ പോലുള്ള ആളുകൾ ഉത്തരം പറയേണ്ട പ്രശ്നമാണ്. അദ്ദേഹം BJPയിൽ ചേർന്നപ്പോൾ ആ കേസ് ഫ്രീസ് ചെയ്യപ്പെട്ടു. അപ്പൊ ഏറ്റവും വലിയ അഴിമതിക്കാരായിട്ടുള്ള, രാജ്യം കണ്ട ഏറ്റവും വലിയ ക്രിമിനലുകളായിട്ടുള്ള ആളുകൾ അവർ നടത്തിയിട്ടുള്ള എല്ലാ തട്ടിപ്പുകളും BJPയിൽ ചേരുന്നതോടുകൂടി, BJPയിൽ ജ്ഞാനസ്ഥാനം ചെയ്യപ്പെടുന്നതോടുകൂടി ഇല്ലാതാകുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഈ രാജ്യത്ത് അഴിമതിക്കാരുടെ കൂടാരമായിരിക്കുന്ന BJPയും അവർ നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിയും ഇപ്പുറത്ത് പ്രതിപക്ഷത്തെ നോക്കി അവർ അഴിമതിക്കാരുടെ മുന്നണിയാണെന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കാൻ പോകുന്നത്? ഈ രാജ്യത്തെ 28 പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് ഡൽഹിയിൽ അണിനിരന്നുകൊണ്ട് ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യം അത് തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമല്ല. റെജുൽ മാറ്റിക്കുറ്റി പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നത്തിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളുണ്ട് ഇതിന്. എന്താണെന്നറിയോ? ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല ഇത്.
ഈ രാജ്യത്തിന്റെ സമസ്ത മേഖലകളെയും കോർപ്പറേറ്റ് വൽക്കരിക്കുകയും സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ വ്യവഹാര മണ്ഡലങ്ങളെയും വർഗീയവൽക്കരിക്കുകയും ചെയ്തേക്കാണ്. അതിനെതിരായിട്ടുള്ള ഒരു ദീർഘകാല സമരത്തിന് ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികൾ ആകെ ഒന്നിപ്പിക്കാനുള്ള വലിയൊരു തുടക്കമാണ് ഡൽഹിയിൽ രാംലീല മൈതാനിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ആ റാലി ഉയർത്തിയിരിക്കുന്ന പരിഭ്രാന്തിയാണ് നരേന്ദ്രമോദിയെ കൊണ്ട് അപ്പുറത്ത് റാലി നടത്തിയവരൊക്കെ അഴിമതിക്കാരാണെന്ന് പറയിക്കുന്നത്. അതൊന്നും ഇന്ത്യയിലെ ജനങ്ങൾ ചെവിക്കൊള്ളാൻ പോകുന്നില്ല. യഥാർത്ഥ അഴിമതിക്കാരാരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലാണ് കാര്യങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോ ഇലക്ഷൻ കമ്മീഷൻ SPI സമർപ്പിച്ച റിപ്പോർട്ടിന്റെ വിവരങ്ങളുടെ ബലത്തിലാണല്ലോ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന കഥകൾ പുറത്തു വന്നത്. ആ ഞെട്ടിപ്പിക്കുന്ന കഥകൾ ആരെയാണ് പ്രതിസ്ഥാനത്ത് കൊണ്ടുവന്നിരിക്കുന്നത്? നരേന്ദ്രമോദിയല്ലേ? BJP അല്ലേ? ശരി, ഓക്കെ. ശ്രീ ജോർജ് കുര്യൻ, ഇത് NDAയും അഴിമതിയും തമ്മിലുള്ള പോരാട്ടമാണ് എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി ശരിക്ക് ആരെയാണ് പരിഹസിക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു വാർത്ത ഞാൻ വായിക്കാം. 8 months after he joined NDA, CBI files closure in case against പ്രഫുൽ പട്ടേൽ. നാച്ചുറലി കറപ്റ്റ് പാർട്ടി എന്ന് നിങ്ങൾ ആക്ഷേപിച്ച NCPയുടെ നേതാവ് പ്രഫുൽ പട്ടേലിനെതിരെയുള്ള കേസിൽ CBI ക്ലോഷർ റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കുന്നു. മെയ് 2019 കൊടുത്ത കുറ്റപത്രത്തിൽ പറഞ്ഞത് എയർ ഇന്ത്യയുടെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള റൂട്ടുകളൊക്കെ സ്വകാര്യ പങ്കാളികൾക്ക് വിട്ടുകൊടുത്ത് അതുവഴി കാശുണ്ടാക്കിയ കാര്യത്തെക്കുറിച്ചാണ്. ദീപക് തൽവാർ എന്ന മിഡിൽമാനുമായിട്ട് ഈ മന്ത്രിയുടെ, അന്ന് മന്ത്രിയായിരുന്ന ഈ പ്രഫുൽ പട്ടേലിന്റെ അടുപ്പത്തെക്കുറിച്ച് വാചാലമായിരുന്ന അന്വേഷണ ഏജൻസി അദ്ദേഹം ഈ വാഷിംഗ് മെഷീനിൽ കയറിയപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നപ്പോൾ ആ കേസ് ക്ലോസ് ചെയ്തിരിക്കുന്നു. എത്ര ഗുരുതരമായ ആക്ഷേപമായിരുന്നു അജിത് പവാറിനെതിരെ ഉള്ളത്. 2 പ്രധാനപ്പെട്ട സ്കാമുകൾ. ഇറിഗേഷൻ സ്കാമിൽ ഇപ്പോൾ അജിത് പവാർ ഉണ്ടോ? പോട്ടെ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ചവാൻ മറാത്ത്വാദയിൽ 5 സീറ്റിന് വേണ്ടി നിങ്ങൾ എടുത്തല്ലോ. അതോടുകൂടി ആ ആദർശ് സ്കാമിൽ ഇപ്പോ ജയിലിൽ കിടക്കേണ്ട അശോക് ചവാൻ നിങ്ങളുടെ പാർട്ടിയിൽ എത്തിയതോടുകൂടി അദ്ദേഹം ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ടു. അങ്ങനെ അഴിമതിക്കാരെ മുഴുവൻ വിളിച്ചു കയറ്റിയതിനു ശേഷം ഞങ്ങൾ അഴിമതിക്കെതിരെയാണ് പോരാടുന്നത് എന്ന് പറയാൻ എങ്ങനെ കഴിയുന്നു പ്രധാനമന്ത്രിക്ക്? പിന്നെ ലോകത്തെ തന്നെ ഏറ്റവും ശാസ്ത്രീയമായ അഴിമതി എന്ന് വിശേഷിപ്പിക്കുന്ന, ലീഗലൈസ്ഡ് പ്ലണ്ടർ എന്ന് വിശേഷിപ്പിക്കുന്ന ഇലക്ട്രൽ ബോണ്ട് വേറെയും നിൽക്കുന്നു. അല്ല അഭിലാഷ, ഞാനത് ഓരോന്നായിട്ട് പറയാം. DK ശിവകുമാർ ഏതായാലും BJP ചേർന്നിട്ടില്ലല്ലോ. DK ശിവകുമാറിന് ഒരു കേസുണ്ടായിരുന്നു. ഏതാണെന്നറിയോ? 2017 അഹമ്മദ് പട്ടേൽ ഗുജറാത്തിൽ നിന്ന് രാജ്യസഭയിൽ മത്സരിക്കുന്ന അവസരത്തിൽ അതിൻ്റെ ഓപ്പറേഷൻ ബാംഗ്ലൂരിലായിരുന്നു. 2 പേര് മാത്രം ഇരുന്നു കൊണ്ടൊരു തീരുമാനമെടുത്തു. അതാണ് സിദ്ധാരാമയ്യയും DK ശിവകുമാറും. 10 കോടി രൂപ എടുത്തിട്ട് അത് DK ശിവകുമാറിൻ്റെ ഡൽഹിയിലെ വീട്ടിൽ വെക്കാൻ തീരുമാനിച്ചു. അത് വീട്ടിൽ വെക്കുന്നു. അന്ന് രാത്രിയിൽ അവരെ ഇൻകം ടാക്സ് വരുന്നു, ED വരുന്നു. പിറ്റേ ദിവസം DK ശിവകുമാറിൻ്റെ അമ്മ ഗൗരമ്മ, നിങ്ങൾക്ക് പരിശോധിക്കാം, ഈ കേൾക്കുന്നവർക്ക് പരിശോധിക്കാം, പത്രസമ്മേളനം നടത്തിയിട്ട് പറയുന്നു ഇത് ഒറ്റ കൊടുത്തത് സിദ്ധാരാമയ്യയാണ് എന്ന് പറയുന്നു. ഈ 2 ആഴ്ച മുമ്പ് ആ കേസ് വെറുതെ വിട്ടു. സുപ്രീം കോടതിയിൽ EDയും ITയും സമ്മതിച്ചു അത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തതായിരുന്നു. ആരാ കേസ് കൊടുത്തത്? ആരാ ഒറ്റ കൊടുത്തത്? അത് കോൺഗ്രസ്സുകാർ തന്നെ. അരവിന്ദ് കെജ്രിവാളിനെതിരെ ആരാണ് എന്നാണ് 3/6/22 കോൺഗ്രസിൻ്റെ ചൗധരി അനിൽകുമാർ, അതായത് ഡൽഹിയിലെ PCC പ്രസിഡന്റാണ് കൊടുത്തത് അല്ലേ? ഈ അശോക് ചൗഹാനെതിരെ ആരായിരുന്നു കൊടുത്തത്? കോൺഗ്രസിലെ തന്നെ ഗ്രൂപ്പുകാരായിരുന്നു കൊടുത്തത്. ഇനി ഞാൻ വേറെ തിരിച്ചൊരു കാര്യം പറയാം. ഈ കഴിഞ്ഞ നമ്മുടെ കർണാടകത്തിലെ ഇലക്ഷന് മുമ്പ്, ഞാൻ പേര് പറയില്ല, BJPയുടെ ഒരു MLA അറസ്റ്റ് ചെയ്തു. കള്ളപ്പണമാണ്, അദ്ദേഹം ജയിലിലാണ്. എൻ്റെ പാർട്ടിക്കാരനായതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അതുപോലെ തന്നെ ഈ നോട്ട് നിരോധനത്തിൻ്റെ അവസരത്തിൽ മഹാരാഷ്ട്ര ഉൾപ്പെടെ ബീഹാർ ഉൾപ്പെടെ BJPയുടെ നേതാക്കന്മാരെയും അവരുടെ ബന്ധുക്കളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരും ജയിലിലാണ്. നിങ്ങൾ തന്നെ കേസ് കൊടുക്കുന്നു. അരവിന്ദ് കെജ്രിവാളിനെതിരെ കോൺഗ്രസ് കേസ് കൊടുക്കുന്നു. ഇനി ഞാൻ അഭിലാഷ് ഒരു കാര്യം ചോദിക്കട്ടെ. ഡൽഹി ഹൈക്കോടതി EDയോട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇയാളെ അറസ്റ്റ് ചെയ്തുകൂടാ എന്ന് ചോദിച്ചിട്ട് അറസ്റ്റ് ചെയ്തില്ല എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ കോൺഗ്രസ്സുകാരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. നമ്മുടെ VD സതീശനോട് പറയുന്നില്ലേ, നിങ്ങൾ പിണറായി വിജയനുമായിട്ട് ഒത്തുകളിക്കുകയാണെന്ന് പറയുന്നത് പോലെ നമ്മുടെ ഡൽഹിയിലെ നേതാവ് അദ്ദേഹം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവർക്കൊന്നും കിട്ടുന്നില്ല. അപ്പം അവർ ആ അലയൻസ് പിരിയുമായിരുന്നു. അവർ പറയും BJP മോഡിയും ഇതാ കണ്ടില്ലേ, ഈ അരവിന്ദ് കെജ്രിവാളിനെ പറ്റി എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? മോഡിയുടെ അനിയൻ എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവരൊറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ ഡൽഹി നേതാക്കന്മാര് അപ്പൊ രംഗത്ത് വരില്ലായിരുന്നു. ഇത് ആരാണ് ചെയ്യുന്നത്?
കോൺഗ്രസ് ഇത് കോൺഗ്രസ്സുകാരുടെ നേതാക്കന്മാർ തന്നെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് കൊടുക്കുന്നു. ആ രണ്ട് മാപ്പ് സാക്ഷികൾ ആരാണ്? രണ്ട് മാപ്പ് സാക്ഷികളുടെ മൊഴികളാണ് അരവിന്ദ് കെജ്രിവാളിനെ ഈ കേസിൽ ഇഡിക്ക് പിടിവള്ളിയായി എടുക്കുന്നത്. ആ രണ്ട് സാക്ഷിമൊഴികൾ കൊടുത്ത ഒരാൾ അദ്ദേഹം ഈ അരബിന്ദോ ഗ്രൂപ്പിന്റെ ശരത്ചന്ദ്ര റെഡ്ഡി അറസ്റ്റിലായതിനു ശേഷം 5 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട്, മാപ്പു സാക്ഷിയായതിനു ശേഷം 35 കോടി ഇലക്ട്രൽ ബോണ്ട്. ഈ മകുന്ദർ റെഡ്ഡി അദ്ദേഹം ഇതേപോലെ ഈ മറ്റൊരു മാപ്പു സാക്ഷി, അദ്ദേഹത്തിന്റെ അച്ഛൻ ദാ ഇപ്പോ പാർലമെന്റിലേക്ക് നിങ്ങളുടെ മുന്നണിയിൽ മത്സരിക്കുകയാണ്. അപ്പോ ഇതൊക്കെ ആളുകളെ പിടിച്ച് അവരെ മാപ്പ് സാക്ഷിയാക്കുക, അവരുമായി മറ്റു ഇടപാടുകൾ നടത്തുക, ഇങ്ങനെ ഒരാളെ ഫ്രെയിം ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? അല്ല അഭിലാഷ, ഇത് ഹൈക്കോടതിയിൽ അരവിന്ദ് കേജ്രിവാൾ തന്നെ പറഞ്ഞില്ലേ? ഇപ്പൊ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞില്ലേ മാസപ്പടി മതി, എന്തിനാണ് ഇലക്ട്രൽ ബോണ്ട് എന്നാണ് കുഞ്ഞിക്കണ്ണൻ ചോദിക്കുന്നത്. ആർക്കാണ് മാസപ്പടി കിട്ടിയത്? മാസപ്പടി എത്രയാ? 135 കോടിയാ. അപ്പൊ അത് കേൾക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കണം, കള്ളപ്പണമാണ്, അതിനൊരു കണക്കുമില്ല, ഒരു കണക്കുമില്ല മാസപ്പടിക്ക്. ഇത് ഏതോ ഡയറിയിൽ ഏതോ ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊടുത്തതാണ്. മറ്റേ നമ്മുടെ പ്രൈവറ്റ് കമ്പനിക്കാരൻ്റെ മണൽ കമ്പനിയുടെ ആളെ പറഞ്ഞു കൊടുത്തതാണ്. ഇത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആര് കൊടുക്കുന്നു എന്നുള്ള അവരുടെ റിട്ടേണിൽ എഴുതണം. അതിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റ് നിയമം പാസാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ്. സുപ്രീം കോടതി ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, സുപ്രീം കോടതി അത് ആ നിയമത്തില് നിങ്ങളിത് പരസ്യപ്പെടുത്തണം എന്നാണ് പറഞ്ഞത്. രഹസ്യമാക്കി വെക്കരുത്, പരസ്യപ്പെടുത്തണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ നിയമം റദ്ദ് ചെയ്യുന്ന അവസരത്തിൽ പറഞ്ഞതാണ്. അത് അമെൻഡ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ മറ്റ് ലോകത്തിലെ വികസിത ജനാധിപത്യ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നത് പോലെ നിയമപരമായിട്ട് അവരോടൊരു ബാധ്യതയുമില്ലാതെ കൺസിഡറേഷൻ ഇല്ലാതെ വാങ്ങിക്കാൻ പറ്റും. അല്ല, നിയമപരമായ ബാധ്യതയല്ലല്ലോ കോൺഗ്രസ്സുകാരും പറയുന്നത്. കള്ളപ്പണം പെട്ടിക്കകത്ത് നിയമപരമായ ബാധ്യത എന്നുള്ളതല്ലല്ലോ. നമ്മൾ എത്രയോ ഉദാഹരണങ്ങൾ. ബ്രീഫ് കേസും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മറ്റത് എന്താ പറയാ, മേശക്കടിയിലൂടെ കൊടുക്കുന്ന കള്ളപ്പണമാണെങ്കിൽ ഇത് ലീഗലൈസ്ഡ് ആയിട്ടുള്ള ബ്രൈബാണ്. ഇത് ലീഗലൈസ്ഡ് ആയിട്ടുള്ള ബ്രൈബാണ്. സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് തന്നെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നാണ് പറഞ്ഞത്. സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് പദ്ധതി തന്നെ റദ്ദാക്കി. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം ശ്രീ ജോർജ്, ഒരൊറ്റ ഉദാഹരണം പറയാം, അപ്പൊ അങ്ങേക്ക് മനസ്സിലാകാൻ. കാരണം അതിന്റെ അകത്ത് രഹസ്യം സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. അതെ, ഇലക്ടറൽ ബോണ്ടുകൾ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണല്ലോ. അങ്ങനെ രഹസ്യം സൂക്ഷിക്കുമ്പോഴാണ് അഴിമതിക്ക് ഏറ്റവും നല്ല അവസരം ഉണ്ടാവുന്നത്. അങ്ങനെ നോക്കൂ, ഇപ്പൊ നോക്കൂ, ഒരൊറ്റ കാര്യം ഞാൻ പറയാം. താനെ ബോറിവല്ലി ട്വിൻ ടണൽ പ്രോജക്ട് മഹാരാഷ്ട്രയിൽ നിങ്ങൾ കൊടുത്ത പ്രോജക്റ്റ് ആണ്. താനെ ബോറിവല്ലി ട്വിൻ ടണൽ പ്രോജക്ട് എത്ര കോടിയുടെ പരിപാടിയാണെന്ന് അറിയാമോ? 14,400 കോടിയുടെ ഒരു വലിയ വികസന പദ്ധതിയാണ് താനെ ബോറിവല്ലി ട്വിൻ ടണൽ പ്രോജക്ട്. ആ കരാർ അവാർഡ് കിട്ടിയ കമ്പനി മേഘ എഞ്ചിനീയറിംഗ് ഈ കരാർ അവാർഡ് ചെയ്യുന്നതിന് ഒരു മാസം മുമ്പ് BJPക്ക് 115 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടായി കൊടുത്തത്. അപ്പോ ഇതാ, ഞാനൊരു വലിയ കോൺട്രാക്ടറാണ്, എനിക്കൊരു പദ്ധതി കിട്ടണം. അപ്പൊ ആ പദ്ധതിയിൽ ഞാനൊരു 40% ലാഭം ഉണ്ടാക്കിക്കോളാം. പക്ഷെ ഒരു 10% എനിക്ക് കോൺട്രാക്ട് അവാർഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞാൽ അതാണ് അഴിമതി. 500 കോടിയുടെ പെട്ടി നിങ്ങൾക്ക് വാങ്ങിച്ചാൽ പോരെന്നല്ലേ ചോദിക്കുന്നത്? ഇത് അതാണ്, ഇത് ലീഗലൈസ്ഡ് ബ്രൈബാണ്. ഇത് ലീഗലൈസ്ഡ് ബ്രൈബാണ്. ഞാനത് വിശദീകരിക്കാം. ഇത് ലീഗലൈസ്ഡ് ബ്രൈബാണ്. എത്ര ഉദാഹരണം ഞാൻ പറയാം. ശരി, പറയൂ. ഞാൻ പറയാം. ഞാൻ ഉദാഹരണം ഒന്നും വേണ്ട, ഞാൻ പറയുന്നത് കേൾക്കൂ. എന്തിനാണ് അവരല്ലേ പറയേണ്ടത്? അവിടെ 2 കക്ഷിക്കാരിൽപ്പെട്ടത് ഞാൻ പറയാം അഭിലാഷേ, ഞാൻ പറയാ. ഇത് ഈ സംഭാവന വാങ്ങിക്കുന്നത് നിയമവിരുദ്ധമാണോ? ഇന്ത്യയിൽ സംഭാവന വാങ്ങിക്കുന്ന നിയമവിരുദ്ധമല്ലല്ലോ. അതിന് പരിധിയില്ലേ? എങ്ങനെയാ പരിധി? ഇലക്ഷൻ ഇത്ര രൂപയെ ചെലവഴിക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ അത് കള്ളപ്പണമായിട്ട് കൊടുക്കുന്നത് ഒരു കുഴപ്പമില്ല. അതേ സമയത്ത് അവരുടെ അക്കൗണ്ടില് SBIയുടെ അവരുടെ ബോണ്ടില് പാർട്ടിയുടെ അക്കൗണ്ടില് ഇത് ആരാണ് കൊടുത്തതെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതേ സമയത്ത് പത്രത്തിൽ പബ്ലിഷ് ചെയ്യുന്നില്ല, ഇവരുടെ സെക്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിൽ പബ്ലിഷ് ചെയ്യുന്നില്ല. എവിടുന്നാണ് പണം കിട്ടുക? ആരുടെ കയ്യിൽ നിന്നാണ്? ഉത്തരം പറഞ്ഞാൽ മതി.
ചോദ്യം നിങ്ങൾ എത്ര ചോദ്യം ഇല്ല NDA വേഴ്സസ് കറപ്ഷൻ എന്നുള്ളതാണല്ലോ NDA വേഴ്സസ് കറപ്ഷൻ എന്നുള്ളതാണല്ലോ പ്രധാനമന്ത്രി ചോദിച്ചത്. ശരി, എനിക്ക് 15,000 കോടിയുടെ ഒരു പ്രോജക്ട് കിട്ടണം. 15,000 കോടിയുടെ പ്രോജക്ട് കിട്ടാൻ വേണ്ടി ഞാൻ 115 കോടി രൂപ ഒരു ബ്രീഫ് കേസിനകത്താക്കി അങ്ങേക്ക് തന്നാൽ അത് കൈക്കൂലി. എനിക്ക് 15,000 കോടിയുടെ പ്രൊജക്ട് കിട്ടാൻ ഞാൻ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച് നിങ്ങൾ അത് റെഡീം ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അത് ശുദ്ധമായ പണം. ഇതാണ് ഇലക്ട്രൽ ബോണ്ട്. അതാണ് ഈ മേഘയുടെ കാര്യത്തിൽ, താനെ ബോറിവിലി ടണലിന്റെ കാര്യത്തിൽ നടന്നത്. കറപ്ഷനെ ലീഗലൈസ് ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് സുപ്രീം കോടതി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പ്രഖ്യാപിച്ചത്. മനസ്സിലാക്കി തരാം. അല്ല 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 ആണ് അല്ല 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 അഭിലാഷെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇല്ല, ഞാൻ തെറ്റിദ്ധരിച്ചിട്ടില്ല. അഭിലാഷ് ഒരു ടെൻഡർ തരുന്നു, കുഞ്ഞിക്കണ്ണൻ ഒരു ടെൻഡർ തരുന്നു, അതുപോലെ നമ്മുടെ മാങ്കൂട്ടിൽ ഒരു മാങ്കുറ്റി ഒരു ടെൻഡർ തരുന്നു, അത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന്റെ അടിസ്ഥാനത്തില് അഭിലാഷാണ് കുറഞ്ഞ ടെൻഡർ തന്നെങ്കിൽ അഭിലാഷിന് കിട്ടും. അത് സുതാര്യമാണ്. അഭിലാഷ് ഓർത്ത് കോൺഗ്രസ് ആണ് ഇവിടെ ടെൻഡറിങ്ങിലൊക്കെ എന്തൊക്കെ ഉദാഹരണത്തിൽ ഓർത്തു, ഞാനങ്ങനെ ഓർക്കാതെ പറയുന്ന ആളല്ല. സ്പെസിഫിക് ആയ ഈ താനെ ബോറിവില്ലി പ്രോജക്റ്റിൽ അടിസ്ഥാനത്തിൽ ഇതിൽ കമ്പനികളും ചോദ്യം ചെയ്യും. ടെൻഡറൊക്കെ ഇഷ്ടപ്പെട്ട ആളിന് 15 കോടിയുടെ കൈക്കൂലി വാങ്ങിച്ചു വെക്കാൻ പിന്നെ ടെൻഡർ കൊടുക്കാനാണോ പാട്? ടെൻഡറിംഗ് ആണ്, സമ്മതിച്ചു. 115 കോടി വാങ്ങിച്ചു വെക്കാമെങ്കിൽ പിന്നെ സുരക്ഷിതമായി ടെൻഡർ കൊടുക്കാനാണോ പാട്? ഇവിടെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ടെൻഡർ കൊടുക്കുന്നത്, ഇവിടെ ടെൻഡർ കിട്ടിയ ഇവിടെ അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, അഭിലാഷ് നിങ്ങളുടെ കമ്പനിയോടൊന്ന് ചോദിക്കൂ, ഈ ടെൻഡർ കമ്പനിയോട് ഒന്ന് ചോദിക്കൂ. ഓരോന്നും വിളിക്കുന്ന അടിസ്ഥാനത്തിൽ അവസരത്തില് ഞാനത് പറഞ്ഞുതരാം. ടെൻഡറല്ലേ വിളിക്കുന്നത് ചോദിക്കൂ മാതൃഭൂമിയോട്. അല്ല, ഞാൻ പറഞ്ഞുതരാം. ചോദ്യം ചെയ്യപ്പെടില്ല എന്ന് ചോദിക്കൂ. ചോദ്യം ചെയ്യപ്പെട്ടല്ലോ, മുതലാളിമാരും ചോദ്യം ചെയ്യപ്പെട്ടല്ലോ, ചോദ്യം ചെയ്യപ്പെട്ടു. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് അല്ല, അങ്ങ് കേട്ടാ ഞാൻ പറഞ്ഞുതരാം. അഭിലാഷ് കരുതുന്നത് ചോദ്യം ചെയ്യപ്പെട്ടു, ചോദിക്കുന്നു കൊടുക്കുന്നു, അങ്ങനെയല്ല. അല്ലല്ല ടെൻഡർ അവാർഡ് കിട്ടുന്നതിന് മുമ്പ്, ടെൻഡർ അവാർഡ് ചെയ്യുന്നതിന് മുമ്പ് 1 മാസം മുമ്പ് പിന്നെ ഈ പറഞ്ഞ ഇലക്ട്രൽ ബോണ്ട് വഴി 115 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത കമ്പനിക്ക് ടെൻഡർ കിട്ടി. അപ്പൊ അങ്ങ് വിചാരിക്കും ഈ ടെൻഡറിൽ പങ്കെടുത്ത മറ്റാരും ചോദ്യം ചെയ്തിട്ടില്ലാന്ന്. ഞങ്ങൾക്കായിരുന്നു യഥാർത്ഥത്തിൽ ടെൻഡറിന്റെ അവകാശം കിട്ടേണ്ടത് എന്ന് പറഞ്ഞ എല്ലാം നിയമ പോരാട്ടത്തിലാണ്. ജനാധിപത്യം പറയാതെ ഏത് ഇമ്മച്വർ ജനാധിപത്യം? മേഘയ്ക്ക് ഈ ടെൻഡർ കിട്ടിയതിനെതിരെ അങ്ങനെയാണ് കൊടുക്കാൻ പാടില്ല. മേഘയ്ക്ക് ഈ ടെൻഡർ കിട്ടിയതിനെതിരെ മറ്റൊരു കമ്പനി അവർ നിയമ പോരാട്ടത്തിലാണ്. അവർ നിയമ പോരാട്ടം നടത്തിയിട്ടുണ്ട്. അപ്പോ ഈ ടെൻഡറെല്ലാം ശുദ്ധമാണെന്ന് വിചാരിക്കാതെ അങ്ങ് തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞ എന്താ, മേഘയ്ക്ക് ഞാൻ പറഞ്ഞ BJPക്ക് 115 കോടി ഇലക്ട്രൽ ബോണ്ട് തന്ന മേഘയ്ക്ക് ഈ ടെൻഡർ കിട്ടിയതിനെതിരെ എല്ലാവരും നിയമ പോരാട്ടം നടത്തിയിട്ടുണ്ട്. ഒബ്ജക്ഷൻ ഉണ്ട് അവിടെ, അല്ലാതെ വെറുതെ അല്ല. ടെൻഡർ ആയതുകൊണ്ടല്ല വിചാരിക്കാൻ പറ്റും. അല്ല, എന്നിട്ട് ആകട്ടെ, എന്നിട്ട് എന്തായിരുന്നു അതിന്റെ ഫൈൻഡിങ്സ്? അല്ല, ഇപ്പോ പല കാര്യങ്ങളുടെ ഫൈൻഡിങ്സ് നമ്മൾ കണ്ടോണ്ടിരിക്കല്ലേ. ഫൈറ്റിംഗ് ഉണ്ടാകും ലീഗലായിട്ട്. നമ്മളിപ്പോ പല കാര്യങ്ങളുടെ ഫൈൻഡിങ്ങും കണ്ടോണ്ടിരിക്കല്ലേ. അതിന് മുമ്പ് കൊടുത്താലും അതിന് ശേഷം കൊടുത്താലും അഭിലാഷ് പറയും അത് ബ്രൈബാണെന്ന്. എന്തായാലും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സുതാര്യമായിട്ടുള്ള സംവിധാനം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നിർത്തുകയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവും. കൂടി ചെയ്താൽ ഈ പ്രശ്നം ഇല്ല ജനങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. ഈ വികസിത ജനാധിപത്യ രാജ്യങ്ങളിൽ മുഴുവൻ വെറും ലോട്ടറി കച്ചവടക്കാരനായ സാന്റിയാഗോ മാർട്ടിൻ 650 കോടി രൂപ തൃണമൂൽ കോൺഗ്രസിന് കൊടുക്കണമെങ്കിൽ, 510 കോടി രൂപ DMKക്ക് കൊടുക്കണമെങ്കിൽ, 100 കോടി രൂപ സാന്റിയാഗോ മാർട്ടിൻ BJPക്ക് കൊടുക്കണമെങ്കിൽ, 50 കോടി രൂപ കോൺഗ്രസിന് കൊടുക്കണമെങ്കിൽ അതിന് കാരണം ഉണ്ടാവും. എനിക്കെന്തെങ്കിലും കിട്ടും, എനിക്കെന്തെങ്കിലും തടയും എന്ന് വിചാരിച്ചിട്ടാണ് സാന്റിയാഗോ മാർട്ടിൻ പൈസ കൊടുത്തിട്ടുണ്ടാവുക. അതല്ലാതെ വെറുതെ ധർമ്മം കൊടുക്കുന്നതല്ലോ. ഞാൻ അതിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ അഭിലാഷി പറയുന്നത് ഇന്ത്യയിലെ തന്നെ ലോകോത്തര തട്ടിപ്പുകാരനായ സാന്റിയാഗോ മാർട്ടിനാണ് ഏറ്റവും അധികം ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ തന്നെ എത്ര തട്ടിപ്പ് പരിപാടിയാണെന്ന് ബോധ്യമുള്ള കാര്യമാണല്ലോ. അഭിലാഷെ ഒന്ന് ചോദിക്കട്ടെ. ചോദിച്ചോ അഭിലാഷെ ഒന്ന് ചോദിക്കട്ടെ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചല്ലോ. ഒരു ചോദ്യം അങ്ങോട്ട്. അഭിലാഷെ, ഇന്ത്യയിൽ ഒരു സ്ഥാപനവും വ്യവസായ സ്ഥാപനവും
ഈ ഡൊണേഷൻ കൊടുക്കില്ല എന്ന് നമ്മൾക്ക് നിയമം ഉണ്ടാക്കാം. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും സമ്മതിക്കുകയാണെങ്കിൽ BJPക്ക് ഒരു പ്രശ്നവും ഇല്ല. ശരി, ഒരു വ്യവസായ സ്ഥാപനവും ഡൊണേഷൻ കൊടുക്കരുത്. അതല്ലേ അഭിലാഷ് ഇപ്പൊ പറയുന്നത്? എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഡൊണേഷന് അല്ല, നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപകാരസ്മരണയായി പ്രോജക്ടുകൾ കിട്ടുമ്പോ, ടെൻഡറുകൾ കിട്ടുമ്പോ ചുമ്മാ പറഞ്ഞിട്ട് പ്രശ്നമാണ്. അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളെ വിട്ടിട്ട് നമ്മൾ ഹഫ്ത പിരിക്കുന്നത് മാതിരി അന്വേഷണ ഏജൻസി ഡോറിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് തെറ്റാണ്. അല്ല, ഇതൊക്കെ നമ്മൾ ഈ വിവരങ്ങളൊക്കെ രാജ്യം മുഴുവൻ കണ്ടോണ്ടിരിക്കുകയല്ലേ. ശരി, ഞാൻ അങ്ങനെ സംഭാവന കൊടുക്കുമ്പോൾ അല്ല, സംഭാവനയെ ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് മാർക്സിസ്റ്റ് പാർട്ടിക്കോ BJPക്കോ കോൺഗ്രസിനോ കൊടുത്താൽ, അഭിലാഷ് 10 രൂപ കൊടുത്താൽ അതിന്റെ അർത്ഥം അഭിലാഷ് അതിൽ നിന്ന് എന്തെങ്കിലും ഗുണം പ്രതീക്ഷിക്കുന്നുവെന്നാണ്. അത് അഭിലാഷിന്റെ മനസ്സിലിരിപ്പാണ്. അതല്ല നിയമം. നിയമം എങ്ങനെയാണ് ചലിച്ചത് എന്നുള്ളതൊക്കെ വ്യക്തമാണ്. അല്ലെങ്കിൽ നമുക്ക് തീരുമാനിക്കാം, നിയമത്തിലൂടെ നമുക്ക് നിരോധിക്കാം. കമ്മീഷൻ ഷിജിൽ മാക്കുറ്റി 2014 നരേന്ദ്രമോദിയുടെ ഉദയത്തിനും കോൺഗ്രസിന്റെ പതനത്തിനും കാരണമായ ജനങ്ങളെ ഏറ്റവും അധികം അസ്വസ്ഥമാക്കിയ വിഷയം അഴിമതിയായിരുന്നു. അഴിമതിക്കെതിരെ വലിയൊരു ജനവികാരം രാജ്യത്തുണ്ടായി. ഇന്ന് നോക്കൂ, നരേന്ദ്രമോദി NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ റാലിയിൽ, മീററ്റ് റാലിയിൽ അഴിമതിയാണ് മുഖ്യ വിഷയമായി ഉന്നയിക്കുന്നത്. അതിന് അദ്ദേഹം ഉപോത്ബലകമായി കുറെ അധികം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കാം, ഈ അറസ്റ്റുകൾ ഉൾപ്പെടെ. അപ്പോൾ അഴിമതി എന്നൊരു വിഷയം വരുമ്പോൾ അതിൽ നിങ്ങൾ പുറകോട്ട് പോവോ? ഒരിക്കലുമില്ല. ഈ നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതോടൊപ്പം തന്നെ BJP പ്രതിനിധി പറഞ്ഞ പോലെ തന്നെ അഴിമതി നിയമവൽക്കരിച്ച് അല്ലെങ്കിൽ നിയമപരമായി അഴിമതി നടത്താൻ തീരുമാനിച്ചൊരു പാർട്ടിയാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ലീഗലൈസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ഈ ഡിസ്കഷനിൽ പോലും അദ്ദേഹം പറയുന്നത് എന്താണ്, ED എന്ന് പറയുന്ന, അതോടൊപ്പം തന്നെ IT എന്ന് പറയുന്ന സ്ഥാപനങ്ങളെ പല കമ്പനികളിലേക്ക് അയക്കുകയാണ്. അയച്ച് 10-15 ദിവസത്തിന് മുമ്പ് അവർക്ക് ഇലക്ട്രൽ ബോണ്ടായി BJP കോടികൾ കിട്ടുകയാണ്. പിന്നെ ഒരു അന്വേഷണവുമില്ല. ആ രൂപത്തിലേക്ക് അഴിമതി എങ്ങനെയാണ് ലീഗലൈസ് ചെയ്യാമെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് മേഘയുമായി ബന്ധപ്പെട്ട് ശ്രീ അഭിലാഷ് ഇവിടെ സൂചിപ്പിച്ചത്. അങ്ങനെ എത്രയോ കമ്പനികൾ ഇവർ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവ് നമ്മുടെ മുമ്പിലുണ്ട്. BJPയുടെ നേതാക്കന്മാർ, ഞാൻ ചോദിക്കുന്നു, അഴിമതിക്കെതിരെ കുരിശുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ യെദ്യൂരപ്പ എന്ന് പറയുന്ന BJP മുഖ്യമന്ത്രി നടത്തിയ അഴിമതി, അതിന്റെ കാര്യങ്ങൾ പുറത്തു വന്നില്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരായി നടപടി സ്വീകരിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളിവിടെ പറഞ്ഞു വെച്ച പ്രഫുൽ പട്ടേൽ ആയാലും അജിത് പവാർ ആയാലും സുവേന്ദു അധികാരിയായാലും ഹിമന്ത് വിശ്വശർമ്മ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ എന്തുകൊണ്ട് അന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ളത് നമ്മുടെ മുമ്പ് ചോദ്യം. അതുകൊണ്ട് ഇവർ അഴിമതിക്ക് കുരിശുദ്ധം പ്രഖ്യാപിക്കുന്നവരല്ല. അഴിമതിയെ കൃത്യമായി നടത്തിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ ഈ രാജ്യത്തിൻ്റെ അകത്തുനിന്ന് പിരിച്ചെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരം നിഷേധിക്കുന്നു. അവരെ എല്ലാ തരത്തിലും ബാൻ ചെയ്യുകയാണ്. അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നു. അതിന് ഇത്തരത്തിലുള്ള അധികാര കേന്ദ്രങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പ് കാണുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഈ ഒരു പ്രസംഗം, ഈ മൈതാന പ്രസംഗം ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കാൻ പോവുകയാണ്. ജനങ്ങൾ ഇത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ മുഴുവൻ കാര്യങ്ങൾക്കകത്ത് ഒരു കാര്യത്തിന് പോലും മറുപടി പറയാൻ BJPയുടെ പ്രതിനിധി തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ജനങ്ങൾ ഇവർക്കെതിരാണ് എന്ന് തോന്നിയപ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ഞാൻ ചോദിക്കുന്നു, ഇവിടെ കേരളത്തിൽ പോലും ഒരു സീറ്റ് പോലുള്ള പാർട്ടിയല്ലേ BJP. ആ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോടികളുടെ കള്ളപ്പണം ഉണ്ടാക്കിയത്, ആ കേസുമായി ബന്ധപ്പെട്ട് ED ഒരു ദിവസം സുരേന്ദ്രനെ ചോദ്യം ചെയ്തോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ്? ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ EDയെ കുറിച്ച്, IT-യെ കുറിച്ച്, മറ്റ് വിവിധ സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ പരാതിപ്പെടാനും അതിനെതിരെ പ്രക്ഷോഭം നയിക്കാനും ഒക്കെ എല്ലാ നേതാക്കളും ഒരു വേദിയിൽ വരും. പക്ഷേ അക്കാര്യത്തിൽ നിങ്ങൾക്ക് ജനാധിപത്യപരമായ മാറ്റം വേണമെങ്കിൽ ഇലക്ഷനിൽ ജയിക്കണം. അത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഒരുമിച്ച് നിൽക്കൽ സാധ്യമാകുന്ന ഒരു ഇടമാണോ ഈ തെരഞ്ഞെടുപ്പ് രംഗം? മഹാരാഷ്ട്ര നോക്കൂ, അവിടെ കോൺഗ്രസും ശിവസേനയും തമ്മിൽ സൗഹൃദ മത്സരമുള്ള 4 സീറ്റുകളുണ്ട്. NCP ശിവസേന സൗഹൃദ മത്സരമുള്ള ഇടമുണ്ട്. ബീഹാറിൽ അവിടെ ഇടതുകക്ഷികളും കോൺഗ്രസും RJDയും ഒരു മുന്നണിയാണെങ്കിലും അവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. മമതാ ബാനർജി മുഴുവൻ സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. നിങ്ങളും കോൺഗ്രസും ഒരുമിച്ച് മുന്നണിയായിട്ട് മത്സരിക്കുന്നു. 1-2 സീറ്റിൽ ചിലപ്പോൾ മത്സരം വന്നേക്കാം. ഇങ്ങനെ സീറ്റ് ഷെയറിംഗിൽ പോലും ഈ കാര്യത്തിലുള്ള ഐക്യമില്ല. പരസ്പരം മത്സരിച്ച് തോൽപ്പിക്കുന്ന പാർട്ടികൾ ഒരുമിച്ചൊരു വേദിയിൽ കയറി ഇരുന്നത് കൊണ്ട് എന്ത് ഗുണം? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ജോർജ് കുര്യൻ പറഞ്ഞ കാര്യത്തോടൊന്ന് പ്രതികരിച്ചോട്ടെ. അദ്ദേഹം ഇലക്ട്രൽ ബോണ്ടിനെയൊക്കെ ന്യായീകരിക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ട് വന്ന സാഹചര്യം എന്താ? ലണ്ടൻ, പ്രത്യേകിച്ച് ബ്രിട്ടൻ കേന്ദ്രമായിട്ടുള്ള വേദാന്ത കമ്പനി അവരുടെ ഇന്ത്യൻ ഫ്രാഞ്ചൈസി ആയിട്ടുള്ള സ്റ്റെർലിംഗ് ഇന്ത്യ വഴി ഇവിടുത്തെ കോൺഗ്രസിൻ്റെയും BJPയുടെയും ഉന്നത നേതാക്കന്മാർക്ക് വലിയ രീതിയിൽ പണം കൊടുത്തു.
അത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻസ് ആക്ടിന് വിരുദ്ധമായിരുന്നു. അത്തരമൊരു സന്ദർഭത്തിലാണ് അരുൺ ജെയ്റ്റ്ലി BJPയുടെ ധനകാര്യമന്ത്രി ബജറ്റ് അവതരണ വേളയിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻസ് ആക്ടിൽ വരെ ഭേദഗതി വരുത്താനുള്ള നിർദ്ദേശങ്ങളുമായിട്ട് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത്. അത് രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് സുതാര്യമാക്കാനാണെന്നൊക്കെയാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ വൻകിട കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന്, അധാർമിക ശക്തികളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം പറ്റാനുള്ള, കോർപ്പറേറ്റുകളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള ഒരു രഹസ്യ പണമിടപാട് സംവിധാനം എന്ന നിലക്കാണ് ഇവിടെ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത്. ആ ഇലക്ട്രൽ ബോണ്ടിന്റെ തുടർച്ചയിലാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻസ് ആക്ട് ഭേദഗതി ചെയ്ത് വിദേശ വ്യക്തികളിൽ നിന്നും കമ്പനികളിൽ നിന്നും പണം വാങ്ങിച്ചാൽ നിയമപരമായ നടപടി എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് BJP ഉണ്ടാക്കിയത്. ഇതിനേക്കാൾ വലിയ രാജ്യദ്രോഹമുണ്ടോ? ആ രാജ്യദ്രോഹ പ്രവർത്തനത്തിലേക്ക് അവരെ എത്തിച്ചത് എന്താണ്? ഡൽഹി ഹൈക്കോടതി ഈ സ്റ്റെർലിംഗ് കമ്പനിയിൽ നിന്ന് നിയമവിരുദ്ധമായി ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന് വിരുദ്ധമായിട്ട് ഇവിടുത്തെ BJP നേതാക്കൾ പണം പറ്റുന്നു, ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ പണം പറ്റുന്നു എന്ന നിരീക്ഷണം നടത്തിയ സന്ദർഭത്തിലാണ് വിധിക്കപ്പെട്ട് മുൻകാല പ്രാബല്യത്തിലൂടെ ഇങ്ങനെയൊരു ഇലക്ട്രൽ ബോർഡിന്റെ ഭാഗമായിട്ട് കമ്പനി ആക്ടിലും അതേപോലെ തന്നെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിലും ഭേദഗതി വരുത്താനുള്ള നീക്കം നടത്തിയത്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇവിടെ നിയമവൽക്കരിച്ചത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അധാർമിക അവിഹിത ശക്തികളിൽ നിന്ന് പണം പാറ്റാനുള്ള ഒരു വ്യവസ്ഥാപിത സംവിധാനം എന്ന നിലക്ക് ഇലക്ട്രൽ ബോണ്ട് വന്നത്. ഇനി നമ്മൾ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികൾ പല റീജിയനുകളിലും പരസ്പരം മത്സരിക്കുന്നുണ്ട്. പക്ഷെ ജയിച്ചു പോയാൽ അവരെല്ലാം തന്നെ BJP പുറത്താക്കാനുള്ള ഉറച്ച നിലപാടുള്ള ആളുകളാണ്. സ്ഥലങ്ങളിലേക്കുള്ള നീക്കുക. പ്രകാശ് അംബേദ്കറിന്റെ OYCയുടെയും പാർട്ടിയാണ് സഖ്യത്തിന് കഴിഞ്ഞ തവണ 6 സീറ്റ് ഇല്ലാണ്ടാക്കിയത്. ഇത്തവണയും അവര് പുറത്താണ്. ഒരുമിച്ച് നിർത്താൻ കഴിയുന്നില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, അതായത് പ്രതിപക്ഷ പാർട്ടികള് BJPക്ക് ജയിക്കാതിരിക്കാനുള്ള നീക്കുപോക്കുകൾ എല്ലാ സ്ഥലത്തും നടത്തണം. അങ്ങനെ നടത്തിക്കൊണ്ട് ഉറച്ച BJP വിരുദ്ധ നിലപാടുള്ള ആളുകളെ പാർലമെന്റിലേക്ക് എത്തിക്കണം. അങ്ങനെ മാത്രമേ നമുക്ക് ഈ 2024 തെരഞ്ഞെടുപ്പിൽ BJPയെ പുറന്തള്ളാൻ കഴിയുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ അംഗബലം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ അംഗബലം ഉണ്ടാക്കുന്നതിൽ BJPക്കാരുടെ നിക്ഷേപമായിരിക്കുന്ന കോൺഗ്രസുകാരെ നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം. കോൺഗ്രസ് BJPയുമായിട്ടുണ്ടാക്കുന്ന രഹസ്യ ധാരണകളെ തുറന്നു കാണിക്കുകയും വേണം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു. എന്റെ സമയം അവസാനിച്ചു. അതൊക്കെ ശ്രീ അഭിലാഷേ, അത് കേരളത്തിലുണ്ട്. കേരളത്തിൽ റിയാസ് മൗലവിന്റെ കൊലപാതകത്തോടു കൂടി ആരാണ് രഹസ്യധാരണ ശിക്ഷയോടുകൂടി മനസ്സിലായിട്ടുണ്ട്. ശരി, ഓക്കെ, നമുക്ക് അത്തരം വിഷയങ്ങൾ കൊലപാതകം ഇവിടുത്തെ ജുഡീഷ്യറിയെ സംബന്ധിച്ചിരിക്കുന്ന അനീതികരമായ അതാണ് ഇപ്പോൾ നമ്മൾ ആത്യന്തികമായി നടക്കുക. വളരെ നന്ദി ശ്രീ റിജിൽ, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അതുപോലെ ശ്രീ ജോർജ് കുര്യൻ. വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.